الحمد لله الذي نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا عبده ورسوله اللهم صل على نور الأنوار وسر الأسرار وترياق الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفلاله صلوات الله وملائكته وأنبيائه ورسله وجميع خلقه على سيدنا محمد وآل محمد وعليهم السلام ورحمة الله وبركاته اللهم صل على من روحه محراب الأرواح والملائكة والكون اللهم صل على من هو إمام الأنبياء والمرسلين اللهم صل على من هو إمام أهل الجنة وعباد الله المؤمنين بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال ربكم ادعوني أستجب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخرين وقال شفيعنا وحبيبنا محمد صلى الله عليه وسلم صلى الله تعالى من فضله فإن الله تعالى يحب أن يسأل وأفضل العبادة انذلار الفرج شفيع البراء رسول الله بنور رسول الله أشرقت الدنيا ففي نوره كل يجيء ويذهب ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട റബ്ബിന്റെ വാതിൽ മുട്ടുവാൻ മടിക്കണ്ട നീയത്തു നല്ലതെങ്കിലെന്തും ചെയ്യടേ തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടേ ഫഅലമു ഉമ്മത സയ്യിദനാ വ മൗലാനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ആദരണീയരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വന്യരായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, KPC തങ്ങൾ, അതുപോലെ തന്നെ ഈ സദസ്സിൽ പങ്കുകൊണ്ട ബഹുമാനപ്പെട്ട നല്ലായ ഉസ്താദ് അടക്കമുള്ള വന്യരായ ഉസ്താദുമാർ, സാദാത്യങ്ങൾ, ഈ സദസ്സിലും ഈ സ്റ്റേജിലും പങ്കെടുത്ത എല്ലാ രക്ഷകർത്താക്കൾ, കാരണവന്മാർ, സഹോദരി സഹോദരന്മാർ, കൊച്ചനുജന്മാർ, അനുജത്തിമാർ, മുതഅല്ലിമീങ്ങൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സമുദായ അംഗങ്ങൾക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ 1000 സ്നേഹ അഭിവാദനങ്ങൾ. പ്രാർത്ഥനയുടെ ശക്തി എന്ന വിഷയത്തെ ആസ്പദമാക്കി പെങ്ങാട്ടി ബഹുമാനപ്പെട്ട അത്താവു സ്വാഹിബ് പാപ്പ അവരുടെ പരിശുദ്ധമായ വീരാനൗലിയ നവ്വർ അല്ലാഹു മർഖദ തങ്ങൾ അവരുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ട പരിശുദ്ധമായ ദിക്ർ മജ്ലിസിന്റെ വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ദുആ സമ്മേളനത്തിലെ പ്രാർത്ഥനയുടെ ശക്തി എന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളുടെ മുമ്പിൽ വളരെ പരിമിതമായ സമയത്ത് ഇൻഷാ അല്ലാഹ് ഒരു വിഷയം സംസാരിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ,
നമുക്കറിയാം, തിന്നും കുടിച്ചും മതിച്ചും സുഖിച്ചും ഉല്ലസിച്ചും ജീവിക്കാനുള്ളതാണ്, തീർക്കാനുള്ളതാണ് ജീവിതമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു വിഭാഗം ജനതയെ മരണാനന്തര ജീവിതമാണ് യഥാർത്ഥ വിജയമെന്ന് പഠിപ്പിച്ചു കൊടുത്ത് പ്രായോഗിക സദാചാര നിയമങ്ങൾ വഴി വിശുദ്ധ ജീവിതം നയിക്കുന്നവരാക്കി മാറ്റി ലോകത്തിന്റെ നേതാക്കളും ജേതാക്കളുമായി പരിവർത്തിപ്പിച്ച ലോകത്തിന്റെ രാജകുമാരൻ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിലയ്ക്കാത്ത ചൈതന്യ പ്രചോദനവും നശിക്കാത്ത ജീവിത യാഥാർത്ഥ്യവുമായി ഏത് പരിണാമദശയിലും മനുഷ്യരാശിയുടെ അനശ്വരമായ വിജയലക്ഷ്യത്തിന് വിളക്ക് തെളിയിച്ച നവോത്ഥാന നായകൻ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധമായ ബദർ രണാങ്കണത്തിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ നബിതങ്ങളുടെയും അനുയായികളുടെയും മൂന്നിരട്ടി വരുന്ന ശത്രു സൈന്യത്തിനെതിരെ ആദരവായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിനകത്തുണ്ടായ വേദന, അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിനകത്തുണ്ടായ വിഷമം ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ബദറിന്റെ രണാങ്കണത്തിൽ ഒരു കൂടാരം ഉണ്ടാക്കി കൊടുത്ത് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ കൂടാരത്തിനകത്ത് ഇരുത്തിയിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരെ, ഈ പരിശുദ്ധമായി നടക്കാൻ പോകുന്ന ഈ ധർമ്മയുദ്ധത്തിൽ ഞങ്ങൾക്ക് വിജയം തരുന്നതിന് വേണ്ടിയും സ്വഹാബത്തിന്റെ മനസ്സിന് ശക്തി തരുന്നതിന് വേണ്ടിയും കരുത്ത് തരുന്നതിന് വേണ്ടിയും അങ്ങവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു നിർദ്ദേശിക്കുമ്പോൾ ആ നിർദ്ദേശം മുഴുവൻ സ്വഹാബത്തും അനുസരിച്ച് അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട പരിശുദ്ധമായ കൂടാരത്തിൽ ഇരുന്നുകൊണ്ട് ആദരവായ നബി തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യുകയാണ്. പടച്ചവനെ, കരുണയുള്ള റബ്ബേ, കൃപയുള്ള അല്ലാഹ്, വലിയൊരു ധാർമ്മിക പോരാട്ടത്തിന് വേണ്ടി വന്നിരിക്കുന്ന പാവങ്ങളായ എന്റെ അഞ്ചരന്മാർ സ്വഹാബത്ത് അല്ലാഹുവേ യുദ്ധം ചെയ്ത് പരിചയമില്ല റബ്ബേ, പട്ടിണിയാണ് പടച്ചവനെ, പട്ടിണിയാണല്ല, ഒടിഞ്ഞ വാളാണ് റബ്ബേ, പരിശക്തമായ ആരോഗ്യമില്ല റബ്ബേ, പടച്ചവനെ എന്റെ കൃപയുള്ള നാഥ, എന്റെ അനുയായികൾക്ക് നീ ശക്തി കൊടുക്കണമെന്ന് ആ പരിശുദ്ധമായ കൂടാരത്തിൽ ഇരുന്നുകൊണ്ട് നിറകണ്ണുകളോട് ആദരവായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോ പെട്ടെന്ന് കാണാം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രമുഖരായ സ്വഹാബത്ത് ആ ടെന്റിലേക്ക്, ആ കൂടാരത്തിലേക്ക് കയറി വന്നു. അല്ലാഹുവിന്റെ റസൂലിനെ തട്ടി വിളിച്ചു, മുത്തുനബിയെ, പ്രവാചകരെ, അങ്ങൊന്ന് മതിയാക്കണം നബിയെ, പ്രാർത്ഥന മതിയാക്കണം നബിയെ, ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ സമുദായത്തിന്, ഈ പരിശുദ്ധരായ സ്വഹാബത്തിന് മുഴുവനും ഉറപ്പുണ്ട് ഞങ്ങൾ ഈ യുദ്ധത്തിൽ ജയിക്കുമെന്ന്. ഞങ്ങളുടെ മനസ്സിനകത്ത് എന്തെന്നില്ലാത്ത ഒരു ആത്മവിശ്വാസം കടന്നു വന്നിട്ടുണ്ട് പ്രവാചകരെ എന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധ നബി തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞപ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദരവായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ പ്രാർത്ഥനയാണ് ബദർ യുദ്ധം എന്ന പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദ്യത്തെ യുദ്ധത്തിന് അടിത്തറയിട്ട, പരിശുദ്ധമായ ദീനിന്റെ പരിശുദ്ധമായ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് അടിത്തറയിട്ട വിശുദ്ധമായ ബദർ യുദ്ധത്തിന്റെ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട നിദാനം അല്ലാഹുവിന്റെ മുത്ത് റസൂലിന്റെ പ്രാർത്ഥനയാണെന്ന് ഇതിൽ നിന്നും അടിവരയിട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രമുഖന്മാരായ സ്വഹാബത്ത്, പ്രമുഖന്മാരായ മുഹദ്ദിസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ആദരവായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രാർത്ഥനയെ അംഗീകരിച്ചുകൊണ്ട് ദുആയാണ് ശക്തി, പ്രാർത്ഥനയാണ് ശക്തി എന്നുള്ള പരിശുദ്ധമായ ആ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു വഖാല റബ്ബുക്കും, താങ്കളുടെ റബ്ബ്, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയുന്നു എന്താണ്, ദുഊനി അസ്തജിബ് ലക്കും. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ആയത്തിന്റെ ശേഷം അല്ലാഹു ജല്ല ജലാലു പറയുകയാണ്, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നവൻ, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നത്
ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നവൻ സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ, ഉടനെ തന്നെ വളരെ വിദൂരമല്ലാത്ത ഒരു ഭാവിയിൽ അവൻ നരകത്തിലേക്ക് പ്രവേശിക്കുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിറുകൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് തൊട്ടു ശേഷം പറയുകയാ, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ ആരാധിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നവർ സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ, അവരിതാ നരകത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ ആരാധനയാണ്, അല്ലാഹുവിനോടുള്ള ഏറ്റവും വലിയ ആരാധനയാണ് പ്രാർത്ഥനയെന്ന് ദുആ എന്ന അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ പറയുന്നുവെന്ന് മഹാരഥന്മാരായ മുഫസ്സിറുകൾ പഠിപ്പിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ മുത്തു റസൂൽ പറയുകയാണ്, ദുആഉ മുഖുൽ ഇബാദ, ഇബാദത്തിന്റെ പ്രിയപ്പെട്ടവരെ, ഇബാദത്തിന്റെ മജ്ജയാണ് പ്രാർത്ഥന, ഇബാദത്തിന്റെ മജ്ജയാണ് പ്രാർത്ഥന. നിങ്ങൾക്കറിയുമോ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നബിതങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ആവശ്യങ്ങൾ മുഴുവനും നിർവഹിച്ചു കൊടുത്ത അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ നബിതങ്ങൾക്ക് ഖുർആൻ ഓതിക്കൊടുത്തുകൊണ്ട് ആദരവായ നബിതങ്ങളെ കരയിപ്പിച്ച പരിശുദ്ധരായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ മരണത്തിന്റെ ആസന്നമായ സന്ദർഭത്തിൽ രോഗം പിടിപെട്ടുകൊണ്ട് കിടക്കുമ്പോൾ അന്നത്തെ ഖലീഫയായിരുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സമീപിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അനുയായികളെ, താങ്കൾ സുഖമില്ലാതെ കിടക്കുകയല്ലേ, താങ്കൾക്ക് ഒരു പരിചരിക്കുന്നതിന് വേണ്ടി ഒരു ഡോക്ടറെ ഞാൻ വെച്ചു തരട്ടെയോ? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊരു ഡോക്ടറിന് ആവശ്യമില്ല. കാരണം എന്തെന്നറിയുമോ, ഏറ്റവും വലിയ ഡോക്ടറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹു ജല്ല ജലാലുവാണ് എനിക്ക് രോഗം തന്നത്, അതുകൊണ്ട് ഒരു ഡോക്ടറിന്റെ ആവശ്യമില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ മൂന്നാമത്തെ ഖലീഫയായ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിക്കുകയാണ്, എങ്കിൽ അങ്ങയുടെ ഈ രോഗശയ്യയിൽ അങ്ങേക്ക് ആവശ്യമായ ഒരു ഫണ്ട്, ഒരു സഹായം ഞങ്ങൾ ഖജനാവിൽ നിന്നും അനുവദിച്ചു തരട്ടെയോ? അപ്പോഴും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രിയപ്പെട്ട അമീറുൽ മുഅ്മിനീൻ, എനിക്കതിന്റെ ആവശ്യമില്ല, എന്റെ കുടുംബത്തിന് അതിന്റെ ആവശ്യമില്ല. കാരണം എന്തെന്നറിയുമോ, എനിക്ക് സമ്പത്ത് തരാൻ, എനിക്ക് അല്ലാഹുവിന്റെ സഹായം കിട്ടാൻ ആദരവായ റസൂലുള്ള ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന ഞാൻ കൃത്യമായി ചെയ്തു വരികയാണ്. മൂന്നാമതും ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ടവരെ ഞാൻ ചുരുക്കി പറയുകയാണ് ആ ചരിത്രം. ആദരവായ റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട അനുയായി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മൂന്നാമതും ഇങ്ങനെ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലുള്ളാഹിയുടെ അടുക്കൽ ഒരുപാട് കാലം കഴിച്ചുകൊണ്ട് കുട്ടിക്കാലം മുതൽ ചെലവഴിച്ച അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ കണ്ടിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, അങ്ങേക്ക് പെൺമക്കളുണ്ടല്ലോ, ആ പെൺമക്കളെ കെട്ടിച്ചയക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കണമല്ലോ, ഒരുപാട് വേദനകൾ അനുഭവിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്നെങ്ങാനും അങ്ങ് മരണപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങയുടെ പെൺമക്കളെ വിവാഹം ചെയ്തയക്കുന്നതിന് വേണ്ടി പരിശുദ്ധമായ ദീനിന്റെ ഫണ്ടിൽ നിന്നും ഇസ്ലാമിന്റെ ഖജനാവിൽ നിന്നും അമീറുൽ മുഅ്മിനീൻ എന്ന നിലയിൽ, അതിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനൊരു ഫണ്ട് അനുവദിച്ചു തരട്ടെയോ, ഒരു സഹായം അനുവദിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചപ്പോ മൂന്നാമതും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട. എന്തെന്നറിയുമോ, വേണ്ട എന്ന് പറയാൻ കാരണം ബഹുമാനപ്പെട്ട ഉസ്മാൻ എന്നവർ ചോദിച്ചു, എന്താണ് തങ്ങളെ, എന്താണ് ഇബ്നു മസ്ഊദ് തങ്ങളെ ഈ 3 പ്രാവശ്യം ഞാൻ ചോദിച്ചപ്പോഴും സഹായം വേണ്ട എന്ന് പറയാൻ കാരണം? അപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പുന്നാര നബിയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പുന്നാര റസൂലുള്ളാഹി എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഒരിക്കലും ദാരിദ്ര്യം പിടിപെടില്ല. രോഗം വരുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു മഹനീയമായ ദുആയുണ്ട്. ആ ദുആ ഞാൻ എന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഞാൻ ചെയ്തു വരുന്നുണ്ട്. ആ ദുആയുടെ ശക്തിയാണ്, ആ പ്രാർത്ഥനയുടെ ശക്തിയാണ് പ്രിയപ്പെട്ടവരെ താങ്കളുടെ സഹായം വേണ്ട എന്ന് പറയാൻ കാരണം. അല്ലാതെ അഹങ്കാരമല്ല, ധിക്കാരമല്ല. പ്രിയപ്പെട്ട അമീറുൽ മുഅ്മിനീൻ, എന്റെ ഹബീബായ നബി അഷ്റഫുൽ ഖൽഖ് ത്വഹാ റസൂലുള്ളാഹ്
അള്ളാന്റെ റസൂലിൽ നിന്നും ഞാൻ കേട്ടു. ഞാൻ എന്റെ ജീവിതത്തിൽ അത് ആവർത്തിക്കുകയും എന്റെ മക്കളെ ഞാനത് പഠിപ്പിക്കുകയും ചെയ്തു. എന്തെന്നറിയുമോ? അള്ളാന്റെ റസൂൽ എപ്പോഴും പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗുനാ. പടച്ചവനേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗുനാ. പടച്ചവനേ, ഞാൻ സന്മാർഗ്ഗം നിന്നോട് ചോദിക്കുന്നല്ലാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ. പടച്ചവനേ, ജീവിതത്തിൽ സൂക്ഷ്മത ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ. അല്ലാഹുവേ, നിന്നോട് ഞാൻ ഐശ്വര്യം ചോദിക്കുന്നു അല്ലാ. വൽ അഫാഫ വൽ ഗുനാ. റബ്ബേ, നിന്നോട് ഞാൻ പാപമോചനം ചോദിക്കുന്നു അല്ലാ. ഈ അർത്ഥം വരുന്ന പ്രാർത്ഥന എന്റെ മുത്തായ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. നബിതങ്ങളിൽ നിന്ന് ഞാനത് കേട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഞാൻ എന്റെ മക്കളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും രാത്രി കൃത്യമായി ഓതിയാൽ നിങ്ങളെ കടുത്ത ദാരിദ്ര്യം പിടിപെടില്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പരിശുദ്ധമായ അധ്യാപനം ഞാൻ ഇന്നുവരെ മുടക്കിയിട്ടില്ല. ഞാൻ എന്റെ മക്കളെ എല്ലാ ദിവസവും വാഖിയ ഓതാൻ പറയും. എന്റെ മക്കൾ കൃത്യമായി സൂറത്തുൽ വാഖിയ ഓതി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ പരാധീനത, സാമ്പത്തികമായ വിഷമം, രോഗം വരുമ്പോൾ ഒരു പരിചരണത്തിന്റെ ആവശ്യം എനിക്കോ എന്റെ മക്കൾക്കോ ഇന്ന് വരെ വന്നിട്ടില്ലെന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണം, അത് പ്രാർത്ഥനയുടെ ശക്തിയാണ്, ദുആഇന്റെ ശക്തിയാണ്. ആര് പഠിപ്പിച്ച ദുആ എന്നറിയുമോ? ആരംഭപൂരായ റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖി നബിയുനാ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ശക്തിയാണ്. ബഹുമാനപ്പെട്ട അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു ഒരു കാലഘട്ടത്തിന്റെ മൊത്തം ഇതിഹാസമായിരുന്ന പാണ്ഡിത്യം കൊണ്ട് മുഴുവൻ ജനങ്ങളെയും തന്നിലേക്ക് ആവാഹിച്ചെടുത്ത ബഹുമാനപ്പെട്ട അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുകയാ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ശക്തിയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് 10 മര്യാദകളുണ്ട്. ആരെങ്കിലും ഈ മര്യാദകൾ പാലിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമെന്ന് മാത്രമല്ല, അവനും അല്ലാഹുമായുള്ള സ്നേഹബന്ധത്തെ വർദ്ധിപ്പിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇമാമുനാ അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. ഏതാണ് ആ 10 നിബന്ധനകൾ? എന്റെ പ്രിയപ്പെട്ടവരെ, ആ 10 നിബന്ധനകൾ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു നമുക്കതിന്റെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയുടെ ശക്തി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന, ഇബാദത്തിന്റെ മജ്ജയാണ് പ്രാർത്ഥന. പരിശുദ്ധ ഖുർആൻ പറയുന്നു ഇബാദത്താണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഇബാദത്താണ്. ബഹുമാനപ്പെട്ട ഇമാമുനാ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു 10 ഷർത്തുണ്ട്. ആദാബു ദുആഇ വഹിയ അശ്റത്തുൻ. ദുആഇന്റെ മര്യാദകൾ 10 എണ്ണമാണ്. ഈ 10 മര്യാദകൾ പാലിച്ചുകൊണ്ട് ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് മാത്രമല്ല, അല്ലാഹുവുമായുള്ള ഒരു സ്നേഹബന്ധം വർദ്ധിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇമാമുനാ അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ 10 മര്യാദ? ഒന്നാമത്തത് ബഹുമാനപ്പെട്ടവർ പറയുന്നു യതറസ്സദലി ദുആഇ അൽ-ഔഖാത്ത് ശരീഫ. ദുആക്ക് വേണ്ടി ഏറ്റവും നല്ല സമയത്തെ നാം പ്രതീക്ഷിക്കണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ 10 മര്യാദ. അതിൽ ഒന്നാമത്തെ മര്യാദ ബഹുമാനപ്പെട്ട ഇമാമുനാ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്ന ഒന്നാമത്തെ മര്യാദ എന്താ? പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഏറ്റവും നല്ല സമയം പ്രതീക്ഷിക്കണം. ഏതുപോലെ? പരിശുദ്ധമായ റമളാൻ, അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ചയുടെ പകല്, വെള്ളിയാഴ്ചയുടെ രാവ്, അതുപോലെ തന്നെ അറഫ ദിവസം, രാത്രിയുടെ അന്ത്യഘട്ടം, ഈ സമയങ്ങളിലെല്ലാം ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയമാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണെന്ന് ബഹുമാനപ്പെട്ട അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. ഇതിനുവേണ്ടി നാം പ്രത്യേകം കരുതിയിരുന്നുകൊണ്ട്, അർദ്ധരാത്രി എണീറ്റിരുന്നുകൊണ്ട്, നമ്മുടെ ആവശ്യം എന്തു തന്നെയോ ആകട്ടെ, നമ്മുടെ പ്രയാസങ്ങൾ എന്തു തന്നെയോ ആകട്ടെ, പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ആ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഈ സന്ദർഭത്തിൽ ഓർത്തു പോവുകയാണ്, തിരുവനന്തപുരം ജില്ലയിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയുന്ന ഒരു സഹോദരൻ മകളുടെ കല്യാണം നിശ്ചയിച്ചുകൊണ്ട് ആ മകളുടെ കല്യാണം നടന്നു കാണാൻ അതിയായ ആഗ്രഹത്തോടുകൂടി കാത്തിരിക്കുമ്പോ എന്തെന്നില്ലാത്ത ഒരു വേദന പിടിപെട്ട്, പല്ലുവേദന. പടച്ചവനെ, എന്തെന്നാണ് ഈ കലിശലായ ഈ വേദനയെ ചികിത്സിക്കുന്നതിന് വേണ്ടി ഒരു പല്ല് ഡോക്ടറെ കാണിച്ചപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് പല്ലിന്റെ വേദനയല്ല, നിങ്ങൾ എത്രയും വേഗം മെഡിക്കൽ കോളേജിലേക്ക്
ന്യൂറോളജിയിലേക്ക് ഒരു വിദഗ്ധനായ ന്യൂറോളജിനെ കണ്ട് ഒരു ന്യൂറോളജി ഡോക്ടറെ കണ്ടുകൊണ്ട് ഇതിന് ചികിത്സിക്കണമെന്ന് ആ പല്ല് ഡോക്ടർ ആ ദന്ത ഡോക്ടർ പറഞ്ഞതിന്റെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ പാവപ്പെട്ട സഹോദരൻ മകളുടെ കല്യാണം നിശ്ചയിച്ചുകൊണ്ട് കല്യാണം വിളിക്കുന്നതിന് വേണ്ടി കത്തടിച്ച് ആ കല്യാണം വിളിക്കുന്നതിന് വേണ്ടി കാത്തിരുന്ന തന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഭാര്യയുമായി മെഡിക്കൽ കോളേജിൽ ന്യൂറോളജി ഡോക്ടറിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അവിടെ ചെന്ന് പരിശോധിക്കുമ്പോ സുബ്ഹാനല്ലാഹ് എന്താണ് കാണാൻ സാധിക്കുന്നതെന്നറിയുമോ? താങ്കളുടെ ഞരമ്പിലൂടെ ക്യാൻസറിന്റെ അണുയിത കടന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, താങ്കളുടെ ഞരമ്പിലൂടെ ക്യാൻസറിന്റെ അണുയിത കടന്നിരിക്കുകയാണ്. അത് ബാധിച്ചുപോയി, താങ്കളുടെ മോണയെ ബാധിച്ചുപോയി. കുറച്ചു ദിവസം കൂടി കഴിഞ്ഞാൽ താങ്കളുടെ ജീവൻ തന്നെ അപകടത്തിലാകും. അതുകൊണ്ട് എത്രയും വേഗം റേഡിയേഷൻ തുടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഡോക്ടർ അവിടെ നിന്ന് നിർദ്ദേശിച്ചു വിട്ടപ്പോ പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നാം ആലോചിച്ചു നോക്കണം. തന്റെ ഏകയായ ഒരു മകളെ വിവാഹം കഴിച്ചയക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിതത്തിന്റെ സമ്പാദ്യം മുഴുവനും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ആ പൊന്നുമോളുടെ കല്യാണത്തിന് അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്തി ഡേറ്റ് പോലും നിശ്ചയിച്ച് കല്യാണ കുറിയടിച്ചുകൊണ്ട് വിളിക്കാൻ വേണ്ടി കാതോർത്ത് വിളിക്കാൻ വേണ്ടി അവസരമോർത്തുകൊണ്ട് നിൽക്കുന്ന പിതാവിന് കിട്ടിയ വാർത്ത എന്താണ്? ആ ഭാര്യ അത് കേട്ടതോടുകൂടി കുഴഞ്ഞു വീണു. ആ ഭാര്യ അത് കേട്ടതോടുകൂടി തളർന്നു വീണു. പടച്ചവനേ റബ്ബേ, എന്താണ് ഈ കേൾക്കുന്നതല്ല? എത്രയും വേഗം നിങ്ങൾ റേഡിയേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഈ രോഗം സുഖമാകില്ലെന്ന് തിരുവനന്തപുരം RC മെഡിക്കൽ കോളേജിൽ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും RCC സെന്ററിലേക്ക്, ക്യാൻസർ സെന്ററിലേക്ക്, റീജിയണൽ ക്യാൻസർ സെന്ററിലേക്ക് റെഫർ ചെയ്യുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എന്റെ പെങ്ങന്മാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ വളരെ ശ്രദ്ധിച്ച് നാം കേൾക്കണം. 17ഓളം റേഡിയേഷൻ ആ സഹോദരൻ ചെയ്തു. 17ഓളം റേഡിയേഷൻ ചെയ്തിട്ട് അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, മകളുടെ കല്യാണം വിളിക്കാനും സാധിക്കുന്നില്ല. നിരാശപ്പെട്ടുകൊണ്ട് പടച്ചവനെ, എന്റെ പൊന്നുമോളുടെ കല്യാണം മുടങ്ങിപ്പോകുമോ, എന്റെ പൊന്നുമോളുടെ കല്യാണം മുടങ്ങിപ്പോകുമോ എന്നോർത്തുകൊണ്ട് നിരാശപ്പെട്ടിരിക്കുമ്പോ ആ സഹോദരന്റെ ആരോ ആ വീട്ടിന്റെ അടുക്കലുള്ള സഹോദരങ്ങൾക്ക് അയൽവാസി ഈ വിനീതനായ എന്നോട് എന്റെ അടുക്കലേക്ക് പറഞ്ഞിരിക്കുകയും എന്റെ അടുത്ത് വന്നുകൊണ്ട് സങ്കടം പറഞ്ഞു, പ്രിയപ്പെട്ട ഉസ്താദേ, എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? 17ഓളം റേഡിയേഷൻ ചെയ്തുകൊണ്ട് ഞാനിതാ കഴിയുകയാണ്, വീണ്ടും എനിക്ക് റേഡിയേഷൻ ചെയ്യണമെന്നാണ്. ആ റേഡിയേഷനിൽ നടന്നില്ലെങ്കിൽ കീമോതെറാപ്പി എന്ന അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണമെന്ന് ഡോക്ടർ പറയുകയാണ്. എന്റെ പൊന്നുമോളുടെ കല്യാണം ഞാൻ നിശ്ചയിച്ചിരിക്കുമ്പോ മെലിഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എല്ലും തോലുമായിരുന്ന ആ സഹോദരന്റെയും അവിടുത്തെ ഭാര്യയുടെയും മക്കളുടെയും ദയനീയമായ അവസ്ഥ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതിനകത്തൊരു മാർഗവും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല, പക്ഷെ ഒരു വഴിയുണ്ട്. ഞാൻ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയട്ടെയോ? ആ വഴി നിങ്ങൾ കൃത്യമായി പാലിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായും ഒരു അത്ഭുതം നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ബഹുമാനപ്പെട്ട ഉപ്പാപ്പ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. ഞാൻ ഉടൻ തന്നെ ഫോൺ ചെയ്തുകൊണ്ട് ഉപ്പാപ്പയെ വിളിച്ച്, ബഹുമാനപ്പെട്ടവരെ, ഇങ്ങനെ ഒരു വാർത്തയുണ്ട് ഉപ്പാപ്പ, എന്താണ് അതിന് പോകുമ്പഴേ? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നാളെ ഒന്ന് കൃത്യം 10 മണിക്കെന്നൊന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എന്നെ ഒന്ന് വിളിക്കണം, തൽക്കാലം ഒന്ന് ആശ്വസിപ്പിക്കുക, ആ രോഗം മാറുമെന്ന് സമാധാനപ്പെടുത്തുക എന്ന് എന്നോട് പറഞ്ഞപ്പോ ഉപ്പാപ്പയുടെ വാക്കനുസരിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആ കരഞ്ഞു നിൽക്കുന്ന ദമ്പതികളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു വിട്ടു, നിങ്ങൾ നാളെ കൃത്യം 10 മണിക്ക് നിങ്ങൾ എന്റെ സ്ഥലത്തിലേക്ക് വരണം, ഞാനൊരു വിവരം നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഞാൻ നിങ്ങൾക്കൊരു സമാധാന വാക്ക് പറഞ്ഞു തരാം. എന്ത് തന്നെയായിരുന്നാലും ഈ രോഗം മാറുമെന്ന് വിശ്വസനീയമായ ഒരു വാർത്ത എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത്, നിങ്ങളിത് വിശ്വസിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ സമാധാനിപ്പിച്ച് ആ ദമ്പതികളെയും മക്കളെയും ഞാൻ യാത്രയാക്കി പിറ്റേ ദിവസം തങ്ങളുപ്പായ ബഹുമാനപ്പെട്ട പാപ്പ ഞാൻ വിളിക്കുമ്പോ ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, ഒന്ന് പറഞ്ഞു കൊടുക്കണം, ബഹുമാനപ്പെട്ട അമ്പംകുന്ന് നീറാൻ വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മാനവരുടെ പേരിൽ ഫാത്തിഹ ഓതിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുഹാബുൽ ബദരീങ്ങളുടെ പേരിൽ യാസീൻ ഓതിക്കൊണ്ട് ആ ദമ്പതികളോട് പറയണമെന്ന് പ്രാർത്ഥിക്കണേ. അർദ്ധരാത്രി എണീറ്റിരുന്നുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടണമെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എന്നെ ഒന്ന് വിളിക്കണം, ഞാനൊരു മരുന്ന് പറഞ്ഞു തരാമെന്ന് ബഹുമാനപ്പെട്ട ഉപ്പാപ്പ നിർദ്ദേശിച്ചപ്പോ അതനുസരിച്ചുകൊണ്ട് പിറ്റേ ദിവസം 10 മണിക്ക് എന്റെ അടുക്കലേക്ക് വരുന്ന
ദമ്പതികളോട് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു കൊടുത്തു. ബഹുമാനപ്പെട്ട ഒരു കാലഘട്ടത്തിന്റെ മൊത്തം ഇതിഹാസമായിരുന്ന അജ്മീർ ഫഖീർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അമ്പംകുന്ന് നൂറാൻ വലിയുള്ള അനവധി നിരവധി മനുഷ്യ മക്കളുടെ മനസ്സുകളിലേക്ക് സാന്ത്വനത്തിന്റെ വിജയത്തിന്റെ മന്ത്രധ്വനികൾ കൊടുത്ത വിജയത്തിന്റെ സാന്ത്വന തീരങ്ങളിലേക്ക് കൈപിടിച്ചാനയിച്ച ആത്മീയതയുടെ അത്യുത്കൃഷ്ടതകളിലേക്ക് ഉയർന്നു പൊങ്ങിയ ബഹുമാനപ്പെട്ട അമ്പംകുന്ന് നൂറാൻ വലിയുള്ള തങ്ങളവരുടെ പേരിൽ ധാരാളം പാഠ്യോദനം നിങ്ങൾ മാത്രമല്ല അല്ലാഹുവിന്റെ നൂറെന്ന് വിശേഷിപ്പിച്ച അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹ് അവിടുത്തെ നക്ഷത്ര തുല്യരായ സ്വഹാബത്തിന്റെ നേതൃത്വം കൊടുത്ത അസ്ഹാബുൽ ബദരീങ്ങളുടെ പേരിൽ യാസീൻ ഓതിക്കൊണ്ട് രാത്രി ഇരുന്നുകൊണ്ട് ദുആ ചെയ്യാൻ, നമസ്കരിച്ചിട്ട് തഹജ്ജുദ് നമസ്കരിച്ചിട്ട് ദുആ ചെയ്യാൻ എന്റെ വന്ദ്യരായ ഉസ്താദ് അവർകൾ, എന്റെ പ്രിയപ്പെട്ട ഉപ്പാപ്പ അവർകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിങ്ങൾ തളർന്നു പോകല്ലേ. ആത്മാർത്ഥതയോടെ നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ട്രീറ്റ്മെന്റ് നിങ്ങൾ നിർത്തണ്ട. നിങ്ങൾ ആശുപത്രിയിൽ നിങ്ങൾ പരിശോധിച്ചോളൂ, ഗുളിക നിങ്ങൾ കഴിച്ചോളൂ, റേഡിയേഷൻ നിങ്ങൾ ചെയ്തോളൂ. പക്ഷെ കൂട്ടത്തിൽ ഈ കാര്യം കൂടി നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ആ സഹോദരങ്ങളെ പറഞ്ഞയച്ച് സന്തോഷത്തോടെ അവിടെ നിന്നും പ്രിയപ്പെട്ടവരെ മടക്കി അയച്ചു. അവസാനം എന്തായി? 2 ദിവസം കഴിഞ്ഞു വീണ്ടും അവർ എന്റെ അടുക്കലേക്ക് വന്നു. ഞാൻ ഉപ്പാപ്പയെ വിളിച്ചു. അപ്പോ പാപ്പ പറഞ്ഞതെന്ന് എന്താ, എന്തെങ്കിലും ഒന്ന് നിയത്താക്കുക, അസ്ഹാബുൽ ബദരീങ്ങളുടെ നേർച്ചയിലേക്ക് നിയത്താക്കുക. അങ്ങനെ ഞാൻ പറഞ്ഞു. ആ സഹോദരങ്ങൾ പെട്ടെന്ന് പറഞ്ഞു, ഉസ്താദ് 1 ദിവസത്തെ ഭക്ഷണം ഇവിടുത്തെ മക്കൾക്ക് വേണ്ടി കൊടുക്കും. എന്നിട്ട് പറഞ്ഞു 5 ചാക്ക് അരിയുടെ പൈസ ഞാൻ കൊടുക്കാം. അവരുടെ എങ്ങനെയെങ്കിലും അസുഖം മാറിയാൽ മതി. സുബ്ഹാനല്ലാഹ്, ഞാനത് അവരുടെ അടുത്ത് ആവശ്യപ്പെട്ടപ്പോൾ വളരെ നിറഞ്ഞ മനസ്സോടുകൂടി അവരെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഓർക്കുന്നു, ഏപ്രിൽ 12-ാം തീയതിയാണ് അവരുടെ കല്യാണം നിശ്ചയിച്ചത്. ഏപ്രിൽ 12-ാം തീയതി മകളുടെ നിക്കാഹ്. അദ്ദേഹത്തിന് അസുഖം വരുന്നത് അതിന് തൊട്ടു മുമ്പുള്ള നവംബറിലാണ്. എന്റെ അടുക്കലേക്ക് വരുന്നത് ഏകദേശം ജനുവരിയോടുകൂടിയാണ്. എന്നിട്ട് ജനുവരി 30-ാം തീയതി അദ്ദേഹത്തിന് അവസാനത്തെ ഒരു ചെക്കപ്പ് ഉണ്ട്. ആ ചെക്കപ്പിൽ ഈ റേഡിയേഷന്റെ അടുത്ത ഘട്ടമായ കീമോ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ്. ആലോചിച്ചു നോക്കണം. ഉപ്പാപ്പയുടെ നിർദ്ദേശമനുസരണം ഞാൻ പറഞ്ഞ കാര്യം ആ സഹോദരങ്ങൾ ചെയ്തു. കൃത്യമായി അവർ രാത്രിയും പകലുമെന്നില്ലാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ട് ജനുവരി 30-ാം തീയതി തിരുവനന്തപുരം RCC സെന്ററിൽ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ചോദിക്കാം. ആ ജനുവരി 30-ാം തീയതി RCC സെന്ററിലേക്ക് അവർ ചെക്കപ്പിന് പരിശോധനയ്ക്ക് പോയപ്പോ ഡോക്ടർ പറഞ്ഞു, ഇന്ന് നിങ്ങളെ റേഡിയേഷൻ ചെയ്യേണ്ടതില്ല. പരിശോധനയുടെ റിസൾട്ട് മുഴുവൻ ഡോക്ടർ ഒരു പ്രാവശ്യം കൂടി നോക്കി. അന്ന് ഞാൻ പറഞ്ഞു വെച്ചു, നിങ്ങളൊന്ന് ഡോക്ടറെ കണ്ടിട്ട് എന്നെ ഒന്ന് വിളിക്കണം. അന്ന് കൃത്യം 2 മണിക്ക് എന്റെ ഫോണിൽ ഒരു കോൾ വരുന്നു. ഉസ്താദേ, ഡോക്ടർ പറയുന്നു ഇന്ന് റേഡിയേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, വീണ്ടും ഒരു ദിവസം കൂടി ചെക്കപ്പ് ഉണ്ട്. എന്തിനാണെന്നറിയില്ല, ഒരു ചെക്കപ്പിന് കൂടി പിറ്റേ ദിവസം വരാൻ വേണ്ടി, വിശദമായ ഒരു ചെക്കപ്പ് രാവിലെ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ പോവുക, സാരമില്ല, നിങ്ങൾ പോകണം. പിറ്റേ ദിവസം ആ ദമ്പതികൾ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞ മറുപടി, നിങ്ങൾ വേറെ എന്തെങ്കിലും മരുന്ന് കഴിച്ചോ? അത്ഭുതമെന്ന് പറയട്ടെ, ക്യാൻസറിന്റെ രോഗാണുക്കൾ, ക്യാൻസറിന്റെ അടയാളങ്ങൾ റേഡിയേഷൻ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത വിധം നിങ്ങളിൽ നിന്നും കുറഞ്ഞതായി കാണുന്നു. എന്ത് തന്നെയാകട്ടെ, നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വരണം. അത്ഭുതമെന്ന് തോന്നുന്നു, വൈദ്യശാസ്ത്രത്തിന് അത്ഭുതമെന്ന് തോന്നുന്നു, ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വരണം. വെറുതെ കെട്ടുകഥ പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ. ഇന്നും തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഉന്നതമായ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഉന്നതമായ സെക്യൂരിറ്റി വിഭാഗത്തിൽ അദ്ദേഹം ഇന്ന് ജോലി ചെയ്യുകയാണ് ആരോഗ്യത്തോടെ. കണ്ടാൽ നമുക്ക് വിശ്വാസം തോന്നില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ചെല്ലാൻ പറഞ്ഞു. അദ്ദേഹം ഉടൻ തന്നെ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ ഡോക്ടർ പറഞ്ഞത് അനുസരിക്കുക. കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട താവുലിയാപ്പാപ്പ പറഞ്ഞതായ പരിശുദ്ധമായ ഫാത്തിഹയും സൂറത്തുൽ യാസീനെയും നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങൾ നിരാശപ്പെടരുത്. അർദ്ധരാത്രി എണീറ്റിരുന്നു കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് വരെ തഹജ്ജുദ് അതിനുശേഷം മുടക്കിയിട്ടില്ല പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലുള്ള പറഞ്ഞു, അർദ്ധരാത്രി രാത്രിയുടെ 2 ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ആകാശ ലോകത്തേക്ക് അല്ലാഹു ജല്ല ജലാലു ഇറങ്ങി വരുന്നുകൊണ്ട് ചോദിക്കും, എന്റെ അടിമകളെ, നിങ്ങൾ എന്നോട് ചോദിക്കൂ, എന്താവശ്യമുള്ള കാര്യമാകട്ടെ നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് നൽകാം. എന്ത് കാര്യമാകട്ടെ നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് അല്ലാഹു ജല്ല ജലാലു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ചോദിക്കുമെന്ന് ആരംഭ പൂവായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ തൊട്ടടുക്കലിതാ ഇതിനുള്ള അനുഭവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം ചെന്നപ്പോൾ ഡോക്ടർ ചെക്കപ്പ് ചെയ്തിട്ട് പറയുകയാ, നിങ്ങൾ ഇനി ഗുളിക പോലും കഴിക്കാൻ ആവശ്യമില്ല. കാരണമെന്ന് എന്തെന്നറിയുമോ, വിശേഷം നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ക്യാൻസറിന്റെ അണുക്കൾ നീങ്ങിയിരിക്കുകയാണ്, നിങ്ങൾക്കിനി ഗുളിക പോലും കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് സന്തോഷത്തോടെ ഡോക്ടറുടെ മറുപടി കേൾക്കുമ്പോ അപ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ, ആ സഹോദരന്റെ ഭാര്യ സന്തോഷം കൊണ്ട് ബോധം കെട്ടുപോയി. ആദ്യം ദുഃഖം കൊണ്ടാണ് ബോധം കെട്ടതെങ്കിൽ രണ്ടാമത് മറിഞ്ഞു വീണത് സന്തോഷം കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഉടൻ തന്നെ എന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ഈ സ്ഥാപനത്തിൽ പാവപ്പെട്ട മക്കളുടെ ഒരു ദിവസത്തെ ഭക്ഷണത്തിന്റെ പൈസ അപ്പൊ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ അക്കൗണ്ടിലേക്ക്, ഉപ്പാപ്പയുടെ അക്കൗണ്ടിലേക്ക്, ഉപ്പാപ്പയുടെ പേരിലേക്ക് ഇന്ന് തന്നെ അയച്ചു കൊടുക്കണം ഉസ്താദ്. ഇൻഷാ അല്ലാഹ് എല്ലാ വർഷവും അവിടുത്തെ ആണ്ടിലേക്ക് എല്ലാ വർഷവും ഞങ്ങളൊരു സംഖ്യ കൊടുത്തേക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും മുടങ്ങാതെ കൃത്യമായി ഈ സദസ്സിലേക്ക്, ഈ പ്രാർത്ഥനയുടെ സദസ്സിലേക്ക്, ഈ ദുആ സമ്മേളനത്തിലേക്ക് സംഭാവന കൊടുത്തയക്കുമ്പോ ഇത് പ്രാർത്ഥനയുടെ ശക്തിയല്ലേ പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അർദ്ധരാത്രി എന്ന് പറയുന്നത് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു ഒന്നാമതായി എഴുതിയതാണ് യതറസ്സദലി ദുആഇ അൽ-ഔഖാത ശരീഫ. ഏറ്റവും മഹത്വമായ സമയത്ത്, ഏറ്റവും പുണ്യമായ സമയത്ത് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു രണ്ടാമതായി ബഹുമാനപ്പെട്ടവർ പറയുന്നു, അയ്യഗ്തനിമൽ അഹ്വാല ശരീഫ. ദുആക്ക് ഇജാബത്ത് കിട്ടേണ്ട രണ്ടാമത്തെ അടയാളം, രണ്ടാമത്തെ കാര്യം, അയ്യഗ്തനിമൽ അഹ്വാല ശരീഫ. ഉത്കൃഷ്ടമായ സന്ദർഭങ്ങളെ നാം കാത്തിരിക്കണം. എന്താണ് ഉത്കൃഷ്ടമായ സന്ദർഭങ്ങൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫർള് നമസ്കാരങ്ങൾക്ക് വേണ്ടി ഇഖാമത്ത് കൊടുക്കുന്ന സന്ദർഭം, ഫർള് നമസ്കാരങ്ങൾക്ക് വേണ്ടി ഇഖാമത്ത് കൊടുക്കുന്ന സന്ദർഭം ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഉത്കൃഷ്ടമായ സമയത്തിൽപ്പെട്ടതാണ്. ഫർള് നമസ്കാരം നിർവഹിച്ച ഉടനെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സന്ദർഭമാണ്. സുജൂദിൽ കിടക്കുന്ന സന്ദർഭം ഉത്കൃഷ്ടമായ സന്ദർഭമാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ റഹ്മത്തിന്റെ മഴ, അല്ലാഹുവിന്റെ ലോകത്തിൽ നിന്നും, ആകാശ ലോകത്തിൽ നിന്നും മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സന്ദർഭമാണ്, ഉത്കൃഷ്ടമായ സന്ദർഭമാണെന്ന് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തുകൊണ്ട് റബ്ബിൽ സുജൂദ് ചെയ്തുകൊണ്ട് അല്ലാഹുവിനോട് ഒരു കാര്യം നാം ചോദിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് ആദരവായ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ കാര്യം, ഉത്കൃഷ്ടമായ സമയം, സുജൂദ് ചെയ്യുന്ന സന്ദർഭം, സുജൂദിൽ കടന്നുകൊണ്ട്. അതുകൊണ്ട് തന്നെ മഹാരഥന്മാരായ ഔലിയാക്കൾ സുജൂദ് ചെയ്തിട്ട് എണീക്കുമ്പോ ആ സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് കണ്ണുനീർ തളം കെട്ടി നിന്നിരുന്നു എന്നതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അവര് സുജൂദ് ചെയ്ത സ്ഥലത്ത് കണ്ണുനീറുകൾ തരം തെറ്റി തളം കെട്ടി കിടന്നിരുന്നു. അല്ലാഹുവിനോട് ഒരു കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്ന സന്ദർഭം പരിശുദ്ധമായ സുജൂദാണ്. ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നു, നമസ്കാരത്തിന് ബാത്തിലാകാത്ത വിധം അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതെന്ന പ്രാർത്ഥനകൾ, ഖുർആനിൽ വന്ന പ്രാർത്ഥനകൾ, അറബി ഭാഷയിലുള്ള പ്രാർത്ഥനകൾ സുജൂദിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാമെന്നാണ്. അല്ലാത്തത് ചൊല്ലിക്കഴിഞ്ഞാൽ നമസ്കാരം ബാത്തിലാകും. അത് നമ്മൾ അറിവുള്ള ആലിമീങ്ങളോട് ചോദിച്ചാൽ മതി. സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നത് ദുആക്ക് ഇജാബത്ത് കിട്ടാൻ കാരണമാകും. ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥന, ഫർള് നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക്കുന്ന സന്ദർഭത്തിലുള്ള പ്രാർത്ഥന. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, ഫർള് നമസ്കാരത്തിനു ശേഷം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ പഠിപ്പിച്ചു തരുന്നത് കൂട്ടായിരുന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഏതെങ്കിലും ഒരു സഹോദരന്റെ പ്രാർത്ഥന സ്വീകരിച്ചാൽ ആ സദസ്സിൽ പങ്കുകൊണ്ട മുഴുവൻ പേരും ആ ദുആയിൽ പെട്ടുപോയി. അതുകൊണ്ടാണ് കൂട്ടു പ്രാർത്ഥനയ്ക്കും പ്രാർത്ഥനാ സമ്മേളനങ്ങൾക്കും ബഹുമാനപ്പെട്ട ഉലമാക്കൾ പ്രോത്സാഹനം കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു കൊച്ചുകുഞ്ഞിന്റെ പ്രാർത്ഥന, ഏതെങ്കിലും ഒരു ഉമ്മയുടെ പ്രാർത്ഥന, ഏതെങ്കിലും ഒരു വൃദ്ധനായ മനുഷ്യന്റെ പ്രാർത്ഥന, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ പ്രാർത്ഥന, ഏതെങ്കിലും ഒരു മനസ്സിന്റെ നൊമ്പരങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് സർവശക്തനായ നാഥനോട് ഇറങ്ങുകളോട് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമ്പോൾ ആ സദസ്സിൽ പങ്കുകൊണ്ട മുഴുവൻ മനുഷ്യരുടെയും പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചതിന് തുല്യമാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ ഫർള് നമസ്കാരങ്ങൾക്ക് പിറകെ ജമാഅത്തായിട്ടിരുന്നുകൊണ്ട് കൂട്ടായിരുന്നുള്ള പ്രാർത്ഥനയെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പ്രോത്സാഹിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷം, ഏതെങ്കിലും ഒരു പ്രാവശ്യം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുചര്യയാണ്.
ആരു കളിയാക്കിയാലും ആരതിനെ ആക്ഷേപിച്ചാലും ആക്ഷേപിച്ചവർ പരാജയപ്പെടും, നാളെ ഖേദിക്കുമെന്നല്ലാതെ തീർച്ചയായിട്ടും അള്ളാന്റെ പരിശുദ്ധ റസൂലുള്ള പറയുകയാണ്, നാളെ പരലോകത്ത് പോകുന്ന മനുഷ്യന്മാർ ഏറ്റവും കൂടുതൽ ഖേദിക്കുന്നത് പടച്ചവനെ അല്ലാഹുവേ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കിട്ടിയ സമയം എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ പോയല്ലോ എന്നോർത്തുകൊണ്ടാണ് ആ പരലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർ ദുഃഖിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഫർള് നമസ്കാരങ്ങൾക്ക് പുറകെയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. സുജൂദിന് ചെയ്തുകൊണ്ട് സുജൂദിൽ കിടന്നുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഖിദ്മത്ത് ചെയ്തതിനു ശേഷം ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. രോഗ ശുശ്രൂഷ നടത്തിക്കൊണ്ട് രോഗിയെ പരിചരിച്ചുകൊണ്ട് അതിനുശേഷം നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. രോഗപരിചരണം ആരാകട്ടെ, മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, തന്റെ ആദർശത്തിൽ വിശ്വസിച്ചവനാകട്ടെ വിശ്വസിക്കാത്തവനാകട്ടെ, ദൈവമില്ല എന്ന് പറയുന്ന ആളാകട്ടെ, ഒരാളെ ശുശ്രൂഷിക്കാൻ അവസരം കിട്ടിയാൽ അയാളെ ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയും അയാൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ട് ഒരു മനുഷ്യൻ സർവശക്തനായ നാഥനോട് പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് ആരംഭപൂർവ്വമായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലുള്ള ഇത് പഠിപ്പിക്കുമ്പോ ഖിദ്മത്ത് ചെയ്തിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് ആദരവായ റസൂലുള്ള പഠിപ്പിച്ചപ്പോ ഒരു സന്ദർഭം ബഹുമാനപ്പെട്ട റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു നിങ്ങൾക്കറിയുമോ, അർദ്ധരാത്രി അല്ലാഹുവിന്റെ റസൂൽ നമസ്കരിക്കുന്നതിന് വേണ്ടി എണീക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് വുളൂ ചെയ്യാനുള്ള വെള്ളം എടുത്തു കൊടുത്ത് നബിതങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരുന്ന റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു പാതിരാത്രിയിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലുള്ളാഹിക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന് ഖിദ്മത്ത് ചെയ്യാനുള്ള സർവ്വ സന്ദർഭങ്ങളും നോക്കിയിരുന്നു കൊണ്ട് ആദരവായ നബിതങ്ങൾക്ക് സേവനം ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു ഒരു സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ മുത്തുനബിക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് വളരെ ആകാംക്ഷയോടെ റസൂലുള്ളാഹിയോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നബിതങ്ങളെ ദുആ ചെയ്യിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു പാതിരാത്രിയിൽ എണീറ്റ് തഹജ്ജുദ് നമസ്കരിക്കുന്നതിന് വേണ്ടി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി കാലുകളിൽ നീര് കെട്ടുമാർ അല്ലാഹുവിന്റെ റസൂൽ നമസ്കരിക്കുന്ന ഒരു സന്ദർഭം അർദ്ധരാത്രി നബിതങ്ങളോടൊപ്പം കൂരിരുട്ടുള്ള ഒരു രാത്രിയിൽ, വളരെ തണുപ്പുള്ള ഒരു രാത്രിയിൽ നബിതങ്ങളോടൊപ്പം എണീറ്റിരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ട റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന് ആവശ്യമായ വെള്ളം ചൂടാക്കിക്കൊണ്ട് നബിതങ്ങളുടെ തണുപ്പകറ്റുന്നതിന് പാകമാക്കി ആ വെള്ളം കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വുളൂ ചെയ്യാൻ കൊണ്ടുവച്ചപ്പോ മുത്തു റസൂലുള്ളാഹി തങ്ങളൊരു നിമിഷം കണ്ണുകളിലൂടെ കണ്ണുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് കരഞ്ഞുപോയി. നബിതങ്ങൾ ആലോചിച്ച് പടച്ചവനെ, ഈ പാതിരാത്രിയിൽ ഈ തണുപ്പുള്ള രാത്രിയിൽ അല്ലാഹുവേ നിനക്ക് വേണ്ടി നിന്റെ പ്രവാചകൻ എണീറ്റപ്പോ ആ പ്രവാചകന് ഖിദ്മത്ത് ചെയ്യുന്നതിന് വേണ്ടി അർദ്ധരാത്രി എന്റെ കൂടെ എണീറ്റിരുന്നു കൊണ്ട് വെള്ളം ചൂടാക്കി എനിക്ക് കൊണ്ടുതന്ന എന്റെ പ്രിയപ്പെട്ട അനുചരൻ റബീഅത്ത് ബിൻ കഅബ്, അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ പടച്ചവനെ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആദരവായ റസൂലുള്ള ആ ബഹുമാനപ്പെട്ട കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിനക്ക് ആവശ്യമുള്ള കാര്യമെന്തേ നീ ചോദിക്കുക, നിനക്ക് ആവശ്യമുള്ള കാര്യമെന്തേ നീ ആവശ്യപ്പെടുക, നിനക്ക് എന്താണോ നിന്റെ മനസ്സിന്റെ ആഗ്രഹം നീ ചോദിച്ചു കൊള്ളുക എന്ന് ആരംഭത്തിലായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂൽ ആവശ്യപ്പെടുകയാണ്. ഈ സമയത്ത് ചോദിച്ചാൽ ചോദിച്ച കാര്യം കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിന് അറിയാം. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നത് വെറുതെയല്ല, എന്താണ് നിങ്ങളുടെ ആവശ്യം ചോദിക്കൂ, നിങ്ങൾ ചോദിക്കൂ. ഈ സന്ദർഭം കാരണം അത്രയ്ക്ക് റസൂലുള്ളാഹിക്ക് സന്തോഷം വന്ന ഒരു സന്ദർഭമാണ്. രാത്രി കൊടും തണുപ്പുള്ള ഒരു രാത്രി, എല്ലാവരും മൂടി പുതച്ച് കിടന്നുറങ്ങുന്നു. ആദരവായ റസൂലുള്ള അർദ്ധരാത്രി എണീറ്റിരുന്നു കൊണ്ട് നമസ്കരിക്കുകയാണ്. അതിനുവേണ്ടി റസൂലുള്ള തണുപ്പുള്ള രാത്രിയിൽ വെള്ളം കയ്യിൽ തൊടാൻ കഴിയുന്നില്ല. നിങ്ങൾ നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെ തണുപ്പ് തന്നെ നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല. അന്നേരം സൗദി അറേബ്യയിലേക്ക് തണുപ്പുള്ളതെന്ന് ചിന്തിച്ചു നോക്കുക. ആ കാലഘട്ടത്തിൽ വെള്ളം തൊടാൻ കഴിയുന്നില്ല. ആ സമയത്താണ് നബിക്ക് ഖിദ്മത്ത് ചെയ്യുന്നതിന് വേണ്ടി, സേവനം ചെയ്യുന്നതിന് വേണ്ടി അള്ളാന്റെ റസൂലിന്റെ കൂടെ ഉറക്കമെണീറ്റ് അതിനുവേണ്ടി തക്കം പാർത്ത് നബിതങ്ങൾക്ക് വേണ്ടി റസൂലുള്ള ആഗ്രഹിച്ചിരുന്ന സമയത്ത് വെള്ളം ചൂടാക്കി ഒളു എടുക്കാൻ പാകത്തിൽ കൊണ്ടു കൊടുക്കുമ്പോ ആ മനസ്സിനകത്ത് എന്ത് സന്തോഷമായിരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കി. നമ്മുടെ വീട്ടിൽ ഒരു വയസ്സായ ഒരാൾ ഇങ്ങനെ കിടക്കുകയാ സുഖമില്ലാതെ, ആ സമയത്ത് ചുമയും കൊരയുമായിട്ട് ഇങ്ങനെ കിടക്കുമ്പോ പടച്ചവനെ ഓരോ സന്ദർഭത്തിലും ഉപ്പ എന്ത് വേണം, വെള്ളം വേണോ, മരുന്ന് കൊടുക്കാൻ സമയമായോ, ബാത്റൂം പോകാൻ ആവശ്യമുണ്ടോ എന്നൊരു പേരമകൻ അല്ലെങ്കിൽ ഒരു കുട്ടി വന്ന് ചോദിക്കുമ്പോ ആ ഉപ്പയുടെ മനസ്സിനകത്ത് എന്തൊരു സന്തോഷം എന്നറിയോ.
ആ ഖിദ്മത്ത് ചെയ്യുന്ന മനുഷ്യന് വേണ്ടി ആ ഉപ്പ ആ രോഗശയ്യയിൽ കിടക്കുന്ന രോഗി ആര് തന്നെയാകട്ടെ ആത്മാർത്ഥമായി മനസ്സൊന്ന് സന്തോഷിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ അവന്റെ സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആരംഭപ്പുവായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയ്ക്ക് മഹത്വമുള്ള ഒരു സന്ദർഭമാണ് രോഗികളെ ശുശ്രൂഷിക്കുന്ന സന്ദർഭം, രോഗികളെ പരിചരിക്കുന്ന സന്ദർഭം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്യുന്ന സന്ദർഭവും അത് തന്നെയാണ്. അങ്ങനെ അള്ളാന്റെ റസൂലിനെ ഖിദ്മത്ത് ചെയ്തുകൊണ്ട് നബിതങ്ങളിൽ നിന്നും പ്രാർത്ഥന കിട്ടുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു അൻഹു, റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചൂടുവെള്ളം കൊണ്ടുവച്ച് വുളൂ ചെയ്യാൻ ആവശ്യമായ നിലയിൽ നബിതങ്ങളുടെ അടുക്കലേക്ക് വെള്ളം കൊണ്ടുവച്ചിട്ട് റസൂലുള്ളാഹിയിൽ നിന്നും പ്രാർത്ഥന ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അള്ളാന്റെ റസൂൽ ചോദിക്കുകയാണ്, എന്താണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? താങ്കൾക്ക് വേണ്ടി ഞാൻ എന്താണ് അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത്? ഞാൻ എന്താണ് അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? ബഹുമാനപ്പെട്ട റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന യാ റസൂലല്ലാഹ്. നബിയേ സ്വർഗ്ഗത്തിലും നബിയെ അങ്ങയോടൊപ്പം അങ്ങേക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് അങ്ങയുടെ ആവശ്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് അങ്ങേക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന ഒരു ജോലി എനിക്ക് തരാൻ വേണ്ടി, ഒരു കാര്യം നിർവഹിക്കുന്നതിന് വേണ്ടി അങ്ങ് അല്ലാഹുവിനോട് ദുആ ചെയ്താലും നബിയെ സ്വർഗ്ഗത്തിലും എനിക്ക് അങ്ങയുടെ ഒരു ഭൃത്യനായി, അങ്ങയുടെ ഒരു വലിയ സേവകനായി കഴിയാനാണ് ആഗ്രഹമെന്ന് ബഹുമാനപ്പെട്ട റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലുള്ളാഹിനോട് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട നബി തങ്ങൾ ചോദിച്ചു, അവ വൈറദാലിക്ക മറ്റു ആവശ്യങ്ങളൊന്നുമില്ലയോ? വേറെ ഒന്നും താങ്കൾക്ക് ചോദിക്കേണ്ടതില്ലയോ? മക്കൾക്ക് വേണ്ടി ചോദിക്കേണ്ടയോ? കുടുംബത്തിന് വേണ്ടി ചോദിക്കേണ്ടയോ? ഭാര്യയ്ക്ക് വേണ്ടി ചോദിക്കേണ്ടയോ? വീട്ടിന് വേണ്ടി ചോദിക്കേണ്ടയോ? രോഗശമനത്തിന് വേണ്ടി ചോദിക്കേണ്ടയോ? വേണ്ട യാ റസൂലല്ലാഹ്, ഹുവദാക യാ റസൂലല്ലാഹ്, എനിക്ക് സ്വർഗ്ഗത്തിലും അങ്ങയോടൊപ്പം കഴിഞ്ഞാൽ മതി നബിയേ. ബഹുമാനപ്പെട്ട റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു അവിടെ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധ നബിയെ സ്വർഗ്ഗത്തിലും എനിക്ക് അങ്ങയോടൊപ്പം കഴിയാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോഴാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലുള്ളാഹി പറഞ്ഞു, എങ്കിൽ ഫഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, എന്നെ ഒന്ന് സഹായിക്കണം പ്രിയപ്പെട്ട റബീഅ, എന്നെ ഒന്ന് സഹായിക്കണം. അങ്ങ് സുജൂദ് ധാരാളം അധികരിപ്പിച്ചുകൊണ്ട്, ഇബാദത്ത് ധാരാളം അധികരിപ്പിച്ചുകൊണ്ട്, നിസ്കാരം ധാരാളം അധികരിപ്പിച്ചുകൊണ്ട് അങ്ങ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാം, അങ്ങ് സുജൂദിനെ വർദ്ധിപ്പിക്കണമെന്ന് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. ആ സുജൂദിനെ വർദ്ധിപ്പിക്കുക എന്നത് ഇബാദത്ത്, നമസ്കാരം പോലുള്ള പുണ്യകർമ്മങ്ങളെ ധാരാളം വർദ്ധിപ്പിച്ചിട്ട് അതിനുശേഷം അല്ലാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ആ ഉത്തരം അല്ലാഹു തആല സ്വീകരിക്കും. കാരണം നബിയോടൊപ്പം സ്വർഗ്ഗത്തിൽ കഴിയുക എന്നത് ഏറ്റവും ഉന്നതമായ ഒരു ആഗ്രഹമാണ്, ഏറ്റവും ഉന്നതമായ ഒരു പദവിയാണ്. അതുകൊണ്ട് തന്നെ ആ പദവി കിട്ടാൻ നമസ്കാരങ്ങൾക്ക് പുറകെ പ്രാർത്ഥിക്കുക, സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് ഇമാമുന ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നത്, ദുആക്ക് ഇജാബത്ത് കിട്ടേണ്ട രണ്ടാമത്തെ കാര്യം ഫർള് നമസ്കാരങ്ങളിൽ, സുജൂദുകളിൽ, ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം, അതുപോലെ തന്നെ മഴ പെയ്യുന്ന സന്ദർഭങ്ങളിൽ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ദുആക്ക് ഉത്തരം കിട്ടും. മൂന്നാമത്തെ സന്ദർഭം ബഹുമാനപ്പെട്ട ഇമാമുന അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, യദഉ മുസ്തഖ്ബിലൽ ഖിബ്ലതി വയർഫഉ യദൈഹി ബിഹൈതി യറാ ബയാള യുബതൈഹി. ബഹുമാനപ്പെട്ടവർ പറയുകയാ, ഖിബ്ലയ്ക്ക് നേരെ ഇരുന്നു കൊണ്ട് വുളൂ ചെയ്തുകൊണ്ട് രണ്ട് കൈകളും ഉയർത്തി റബ്ബിനോട് പ്രാർത്ഥിക്കണം. എന്താവശ്യമാകട്ടെ അതില്ലേ ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, ആവശ്യമെന്തുണ്ടെങ്കിലും പിഴയണ്ട, റബ്ബിന്റെ വാതിൽ മുട്ടുവാൻ മടിക്കണ്ട. നിനക്കെന്താവശ്യമാകട്ടെ, നിനക്കെന്ത് തന്നെ ആവശ്യമാണെങ്കിലും ശരി തന്നെ, ആ ആവശ്യങ്ങൾ ഉളവെടുത്തുകൊണ്ട് ഖിബ്ലയ്ക്ക് നേരെ ഇരുന്ന് രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഖിബ്ലയ്ക്ക് നേരെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത്. അല്ലാഹു തആലയ്ക്ക്
ഏറ്റവും ഇഷ്ടമാണ്. ഈ ലോകത്തിന്റെ സൃഷ്ടാവിന്, ഈ ലോകത്തിന്റെ നാഥന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണെന്ന് മുത്ത് റസൂലുള്ള. അതുകൊണ്ട് തന്നെ ദുആയുടെ മര്യാദയായിട്ട് ദുആക്ക് ഇജാബത്ത് കിട്ടേണ്ട മൂന്നാമത്തെ ഷർത്തായിട്ട് ബഹുമാനപ്പെട്ട ഇമാമുന ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നത് ഖിബിലയ്ക്ക് നേരെ ഇരുന്ന് കൈയുയർത്തി പ്രാർത്ഥിക്കുക എന്നത്. നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ? നീ പ്രാർത്ഥിക്കുമ്പോ അധികം ഉച്ചത്തിൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, തീരെ ശബ്ദം കുറച്ചും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഒരു ഇടത്തരം ശബ്ദത്തിൽ, ഒരു മധ്യശബ്ദത്തിൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ള ഒരു സന്ദർഭത്തിൽ ആദരവായ നബിയുടെ അടുക്കലേക്ക് ഒരു സാധാരണക്കാരൻ, ഒരു ഗ്രാമീണനായ സഹോദരൻ വന്നുകൊണ്ട് നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഈ ലോകത്തിന്റെ സൃഷ്ടാവ് എവിടെയാണ് ഇരിക്കുന്നത്? ഈ ലോകത്തിന്റെ സംരക്ഷകൻ, ഈ ലോകത്തിന്റെ നാഥൻ ആകാശത്താണോ ഇരിക്കുന്നത്, ഭൂമിയിലാണോ ഇരിക്കുന്നത്? നബി തങ്ങളോട് വന്ന് ചോദിക്കുക. അപ്പൊ റസൂലുള്ള തിരിച്ചങ്ങോട്ട് ചോദിച്ചു, എന്തിനാ നീ അങ്ങനെ ചോദിക്കണേ? അള്ളാഹു ആകാശത്താണോ ഇരിക്കുന്നത്, ഭൂമിയിലാണോ ഇരിക്കുന്നത് എന്ന് നീ അങ്ങനെ നീ ചോദിക്കാൻ കാരണം? എന്തുകൊണ്ടാണ് അങ്ങനെ നീ ചോദിക്കുന്നത്? അപ്പോ ആ സാധാരണക്കാരനായ മനുഷ്യനാണല്ലോ, ഗ്രാമീണനായ ഒരു മനുഷ്യനാണല്ലോ. അദ്ദേഹം നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, ആകാശത്താണ് അള്ളാഹു ഇരിക്കുന്നതെങ്കിൽ എനിക്ക് ഒച്ച വെച്ച് പ്രാർത്ഥിക്കാമല്ലോ, നല്ല ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാമല്ലോ. അതല്ല, ഭൂമിയിലാണ് അള്ളാഹു ഇരിക്കുന്നതെങ്കിൽ വളരെ ശബ്ദം താഴ്ത്തി എന്റെ മനസ്സിനകത്ത് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ എന്ന് ആദരവായ റസൂലുള്ളാഹിയോട് ആ ഗ്രാമീണനായ സഹോദരൻ പറഞ്ഞു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട റസൂലുള്ള പറഞ്ഞത്, അള്ളാഹു ആകാശത്തുമല്ല, അള്ളാഹു ഭൂമിയിലുമല്ല. നീ ഉറക്കെയും പ്രാർത്ഥിക്കേണ്ട, തീരെ സ്ലോവിലും വളരെ ശബ്ദം താഴ്ത്തിയും പ്രാർത്ഥിക്കേണ്ട, ഒരു മിതമായ ശബ്ദത്തിൽ പ്രാർത്ഥിക്കുക. അള്ളാഹു എവിടെയാണെന്നറിയുമോ? അള്ളാഹുവിന്റെ സ്ഥാനം എവിടെയാണെന്നറിയുമോ? സത്യവിശ്വാസിയുടെ ഹൃദയത്തിലാണ്. അള്ളാഹുവിന്റെ ഇരിപ്പിടമെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഉദ്ഊനി അസ്തജിബ് ലക്കും, ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഞാൻ നിങ്ങളോട് നിങ്ങളുടെ കണ്ടനാടി നിങ്ങളോട് എത്ര അടുത്തിരിക്കുന്നുവോ, നിങ്ങളുടെ കാലിന്റെ ചെരുപ്പിന്റെ വാറ് നിങ്ങളുടെ കാലുമായി എത്ര അടുത്തിരിക്കുന്നുവോ, അതിനേക്കാൾ കൂടുതൽ നിങ്ങളുമായി ഞാൻ അടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു ജല്ല ജലാലു പറയുന്നു പരിശുദ്ധ ഖുർആനിൽ. ഇത് പറയുമ്പോൾ ബഹുമാനപ്പെട്ട റബീഅത്തുൽ ജിനാനി റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹു ജല്ല ജലാലുവിനെ ഞാൻ അറിയും, അല്ലാഹുവിനെ ഞാൻ തിരിച്ചറിയും, അള്ളാഹു എന്നെ ഓർക്കുന്ന സന്ദർഭത്തെ ഞാൻ തിരിച്ചറിയും, അള്ളാഹു എനിക്ക് പാപങ്ങൾ പുറത്തു തരുന്ന സന്ദർഭത്തെ ഞാൻ തിരിച്ചറിയുമെന്ന് ബഹുമാനപ്പെട്ട റാബിത്തത്തുൽ ജിനാനി റളിയല്ലാഹു അൻഹു പറയുമ്പോ അവിടെ ഇരുന്ന അനുചരന്മാര് ചോദിച്ചു, അല്ല പ്രിയപ്പെട്ട തങ്ങളെ, എങ്ങനെയാണ് നിങ്ങളതറിയുന്നത്? എങ്ങനെയാണ് അള്ളാഹു ഉത്തരം തരുന്ന കാര്യത്തെ നിങ്ങൾ അറിയുന്നത്? എങ്ങനെയാണ് അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്ന കാര്യത്തെ അറിയുന്നത്? അള്ളാഹു നിങ്ങളുടെ ദുആ കേൾക്കുന്ന കാര്യം നിങ്ങൾ എങ്ങനെയാണ് അറിയുന്നതെന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ടവര് പറയുന്നു, എനിക്ക് പ്രാർത്ഥിക്കാൻ മനസ്സ് തോന്നുന്ന സന്ദർഭം, എനിക്ക് അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യണമെന്ന് മനസ്സിൽ തോന്നുമ്പോ, എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണമെന്ന് മനസ്സിൽ തോന്നുമ്പോ, എനിക്ക് കുറച്ച് ദിക്റ് ചൊല്ലണമെന്ന് മനസ്സിൽ തോന്നുമ്പോ, എനിക്ക് എന്റെ റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങണമെന്ന് എനിക്ക് തോന്നുമ്പോ, എന്റെ റബ്ബിന്റെ നിയമങ്ങൾ അനുസരിക്കണമെന്ന് എനിക്ക് തോന്നുമ്പോ, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് എനിക്ക് തോന്നുമ്പോ, തീർച്ചയായും എന്റെ റബ്ബ് നോക്കി പൊറുത്തു തരുന്ന സന്ദർഭമാണ്, എന്റെ അള്ളാഹുവിലേക്ക് നോക്കുന്ന സന്ദർഭമാണ് എനിക്ക് അത്തരം നല്ല ചിന്തകൾ തോന്നുന്നതെന്ന് ബഹുമാനപ്പെട്ട ആ മഹാൻ പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂൽ പറയുകയാ ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്, മുഅ്മിനിന്റെ ഹൃദയമാണ് അല്ലാഹുവിന്റെ അർശ്. മുഅ്മിനിന്റെ സത്യവിശ്വാസിയുടെ ഹൃദയാന്തരങ്ങളിലാണ് അല്ലാഹുവിന്റെ ഇരിപ്പിടം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനേ, നീ പ്രാർത്ഥിക്കുമ്പോൾ നിരാശപ്പെടണ്ട, ശബ്ദം ഉയർത്തണമെന്ന് നീ ശങ്കപ്പെടണ്ട, ശബ്ദം താഴ്ത്തിയത് കൊണ്ട് നീ വേദനിക്കണ്ട. ഒരു മിതമായ ശബ്ദത്തിൽ നിന്റെ കൂടെ തന്നെ ഓരോ മനുഷ്യന്റെയും കൂടെ അല്ലാഹു ഉണ്ടെന്ന് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹ്. ഒരു മിതമായ ശബ്ദത്തിൽ അള്ളാഹുവിനോട് നീ പ്രാർത്ഥിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഇമാമുന ഗസ്സാലി റളിയല്ലാഹു അൻഹു. അഞ്ചാമതായി ബഹുമാനപ്പെട്ടവർ പറയുന്നു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ അല്ലാ യതകല്ലഫ സജ്ഉ ഫി ദുആ, ദുആയിൽ ഒരിക്കലും പ്രാസമൊപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുത്.
പ്രാസമൊപ്പിച്ചുകൊണ്ട് ദുആരക്കുക. ജനങ്ങളെ ആകർഷിക്കുന്നതിനു വേണ്ടി പ്രാസമൊപ്പിച്ച് ദുആ ചെയ്യരുത്. അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥന, ബഹുമാനപ്പെട്ട മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥനയുണ്ട്. വളരെ മഹത്വം നിറഞ്ഞ ഒരു പ്രാർത്ഥന. എപ്പോഴാണ് പഠിപ്പിച്ചു കൊടുത്തത്? റസൂലുള്ള ഈ ലോകത്ത് നിന്നും വിട പറയാൻ പോകുന്ന സന്ദർഭം, ഈ ലോകത്ത് നിന്നും നിബിധങ്ങൾ വിട പറയാൻ പോകുന്ന സന്ദർഭത്തിൽ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു ദുആ. നിങ്ങൾ നോക്കൂ എന്റെ പ്രിയപ്പെട്ടവർ, ഒരു പ്രാസവും അതിനകത്തില്ല. ഏതൊരു സാധാരണക്കാരനും ചോദിക്കേണ്ട ഒരു പ്രാർത്ഥന. ആരാണ് ചോദിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണം, ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരൻ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുക മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക്. എന്താണ് ആ പ്രാർത്ഥന? എത്ര സിമ്പിൾ ആണ് ആ പ്രാർത്ഥന. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് വലാ തഖിൽനി നഫ്സി ഇലയ്യ തറഫത ഐനിൻ. എത്ര സിമ്പിളായ പ്രാർത്ഥന. എപ്പോഴും പ്രാർത്ഥിക്കണേ പൊന്നാര മകളെ എന്ന്. എന്താണ് അതിന്റെ അർത്ഥം? യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന സർവശക്തനായ അല്ലാഹുവേ, നിന്റെ കാരുണ്യം ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ കാരുണ്യം കൊണ്ട് നിന്നോട് ഞാൻ സഹായം ചോദിക്കുന്നു. മനുഷ്യ, നമ്മളൊന്നുമല്ല എന്ന്, നമ്മളൊന്നുമല്ല, പ്രാർത്ഥനയിലാണ്, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയിലാണ് നമുക്ക് സർവ്വ കാര്യങ്ങളും കടന്നു വരുന്നത്. അള്ളാഹുവിന്റെ ഓശാരവും അവന്റെ ഔദാര്യവുമാണ് നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും നമ്മുടെ നിലനിൽപ്പും നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും നമ്മുടെ വീടും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സർവ്വതുമെന്ന് തിരിച്ചറിയേണ്ട വിനയത്തിന്റെ ഒരു പ്രാർത്ഥനയാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട മകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ബിറഹ്മതിക അസ്തഗീസ്, അല്ലാഹുവേ, നിന്റെ കാരുണ്യം കൊണ്ട് നിന്നോട് ഞാൻ സഹായം ചോദിക്കുന്നു. വലാ തഖിൽനി ഇലയ്യ തറഫത ഐൻ, പടച്ചവനേ, ഒരു നിമിഷം പോലും, ഒരു കണ്ണ് ചിമ്മുന്ന ഒരു നിമിഷം പോലും എന്റെ കാര്യത്തെ നീ എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ അല്ലാ. ഒരു നിമിഷം പോലും, കണ്ണ് ചിമ്മുന്ന ഒരു നിമിഷം പോലും എന്റെ കാര്യത്തെ അല്ലാഹുവേ നീ ഏറ്റെടുക്കുന്നതിന് പകരം എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ അല്ലാ. ചില ആൾക്കാർ പറയാറുണ്ട്, എന്റെ മിടുക്കാണ്, എന്റെ അധ്വാനം കൊണ്ട് ഞാൻ വീട് വെച്ചു, എന്റെ അധ്വാനം കൊണ്ടാണ് ഞാൻ ആ കുട്ടിയെ പഠിപ്പിച്ചത്, എന്റെ അധ്വാനമാണ് ഞാൻ എന്റെ മകളെ കെട്ടിച്ചയച്ചത്. ഒരിക്കലും അങ്ങനെ പറയരുത് പ്രിയപ്പെട്ടവരെ. അഹങ്കാരത്തിന്റെ വർത്താനമാണ്. അള്ളാഹുവിന്റെ സഹായം കൊണ്ട്, പടച്ചവന്റെ കൃപ കൊണ്ട്, അള്ളാഹുവിന്റെ സഹായം കൊണ്ട് നീ വീട് വെച്ചു എന്ന് പറയുക, മകളെ വിവാഹം കഴിച്ചയച്ചു എന്ന് പറയുക, നീ അധ്വാനിച്ചു എന്ന് പറയുക, നീ വലിയ വലിയ നീ നേട്ടങ്ങൾ കൊയ്തു എന്ന് പറയുക. അള്ളാഹുവിന്റെ സഹായം കൊണ്ടേ പറയാവൂ. കാരണം എന്താണ്? ഒരു നിമിഷമെങ്ങാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യം നമ്മിലേക്ക് ഏൽപ്പിച്ചാൽ തീർച്ചയായും നമ്മളെ കൊണ്ട് അത് ഏറ്റെടുക്കാൻ കഴിയില്ല, വഹിക്കാൻ കഴിയില്ല എന്ന് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ കാരുണ്യവും കൃപയുമില്ല എങ്കിൽ ഈ ലോകത്ത് നമുക്ക് ഒരിക്കലും ചലിക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. ഒരിക്കലും നമുക്ക് സന്തോഷം കിട്ടില്ല പ്രിയപ്പെട്ടവരെ, സമാധാനം കിട്ടില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് റസൂലുള്ള പഠിപ്പിച്ചത്, പടച്ചവനെ, ഒരു നിമിഷം പോലും വലാ തഖിൽനി നഫ്സി ഇലയ്യ തറഫത ഐൻ, കണ്ണ് ചിമ്മുന്ന ഒരു നിമിഷം പോലും എന്റെ കാര്യത്തെ നീ എന്നിലേക്ക് ആൽക്കല്ലേ അല്ലാ, എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ റബ്ബേ. സർവ്വ കാര്യങ്ങളും നിന്റെ കാരുണ്യം കൊണ്ട് നീ എനിക്ക് പൂർത്തിയാക്കി തരണേ എന്ന് ഈ ലോകം ഓർമ്മിപ്പിക്കാൻ കാരണക്കാരനായ റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട മകൾക്ക് പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ ആ പ്രാർത്ഥനയിൽ പ്രാസമില്ല പ്രിയപ്പെട്ടവരെ. പ്രാസമൊപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദുആക്ക് തടസ്സം, ദുആക്ക് ഇജാബത്ത് കിട്ടാൻ, ഉത്തരം കിട്ടാൻ തടസ്സമാണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ വളരെ വിനയത്തിൽ, വളരെ വിനയാന്വിതനായി റബ്ബിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, ഞാനൊന്നുമല്ല അല്ലാ, ഞാനൊന്നുമല്ല റബ്ബേ, നിന്റെ ഓസാരമാണല്ല, നിന്റെ ഔദാര്യമാണല്ല, നിന്റെ സഹായമാണല്ല, നിന്റെ കാരുണ്യമാണല്ല, പടച്ചവനെ നിന്റെ ശരണമാണല്ല, നിന്റെ അഭയമാണല്ല, നീ അല്ലാതെ മറ്റൊന്നുമില്ല നാഥായെന്ന് സർവ്വതും റബ്ബിൽ സമർപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനോട് വിനയാന്വിതനായി പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പ്രാർത്ഥനയ്ക്ക് ആര് തന്നെയാകട്ടെ പ്രിയപ്പെട്ടവരെ, എത്ര അക്രമികളാകട്ടെ, എത്ര കള്ളുപിടിയനാകട്ടെ, എന്ത് തെറ്റ് ചെയ്തവനാകട്ടെ, അവൻ നിറഞ്ഞ മനസ്സോടുകൂടി റബ്ബിനിക്ക് ഉത്തരം ചെയ്യുമെന്ന പ്രതീക്ഷയോടുകൂടി വിനയാന്വിതനായി പ്രാർത്ഥിച്ചാൽ അവന്റെയും ആ പ്രാർത്ഥിക്കുന്നവന്റെയും അല്ലാഹുവിന്റെയും ഇടയിൽ മറ്റൊരു മറയില്ലെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അതാണ്. അപ്പോ വിനയത്തിൽ പ്രാസമൊപ്പിച്ചുകൊണ്ട്
വളരെ രാഗത്തിലും താളത്തിലും പ്രാർത്ഥിക്കലല്ല ദുആക്ക് ഇജാബത്ത് കിട്ടാൻ, താളവും പ്രാസവുമല്ല, മറിച്ച് വിനയാന്വിതനായി പ്രാർത്ഥിക്കുക എന്നതാണ് അഞ്ചാമത്തെ മര്യാദയായി ബഹുമാനപ്പെട്ട ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു. ആറാമത് പറയുകയാണ് ദുആയിൽ അത്തളറു വൽ ഖുശൂ വറഅബത്തു വറഹബത്തു. ദുആയിൽ 4 സംഗതികൾ ഉണ്ടാകണം. ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ 4 കാര്യം പ്രാർത്ഥനയിൽ ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബിയിന റസൂലുള്ളാഹ് നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കണം. നമ്മുടെ ദുആയിൽ 4 കാര്യം ഉണ്ടാകണമെന്ന് പ്രിയപ്പെട്ടവരെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ബിസ്മില്ലാഹ്. പ്രത്യേകം നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ സഹായിക്കണം. നമ്മുടെ ഈ സ്ഥാപനം ബഹുമാനപ്പെട്ട തങ്ങളവർ പറഞ്ഞതുപോലെ ദീനിന്റെ ചൈതന്യമാണ് സ്ഥാപനങ്ങൾ. ദീനീ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ദീനിന്റെ ചൈതന്യങ്ങളാണ്, നിറകുടങ്ങളാണ്. അവിടെ ദുആക്ക് ഇജാബത്തുണ്ട്. ആ മക്കളെ സഹായിക്കുന്നതിൽ, ആ സ്ഥാപനത്തെ സഹായിക്കുന്നതിൽ തീർച്ചയായും രോഗശമനമുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹു തആല പൂർത്തിയാക്കി തരും. നമ്മുടെ കാര്യങ്ങൾ അല്ലാഹു തആല നിറവേറ്റി തരും. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഈ ബക്കറ്റിലേക്ക് നല്ല നിലയ്ക്ക് സഹായിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിശുദ്ധമായ ദുആ സമ്മേളനത്തിന്റെ ഈ സദസ്സിൽ നമ്മുടെ പ്രസംഗം അവസാനിക്കുന്നതിന് മുമ്പ് കുറച്ച് ദിക്റുകളും കുറച്ച് സ്വലാത്തും ബഹുമാനപ്പെട്ട അമ്പകുന്ന് മീറാൻ വലിയുള്ള ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവർകൾ ബഹുമാനപ്പെട്ട നമ്മുടെ അത്താവുലിയ പാപ്പാക്ക് പറഞ്ഞുകൊടുത്ത, പഠിപ്പിച്ചു കൊടുത്ത, പകർന്നു കൊടുത്ത പരിശുദ്ധമായ കുറച്ച് ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലി ഇൻഷാ അല്ലാഹ് ദുആയോടുകൂടിയാണ് നമ്മൾ ഇവിടെ പിരിയുന്നത്. ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് സമയമില്ലാത്തത് കൊണ്ടും വേറൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ടുമാണ് ബഹുമാനപ്പെട്ടവർ പെട്ടെന്ന് ഇവിടെ നിന്നും പോകേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ സദസ്സ് പിരിയുന്നതിന് മുമ്പ് ചെറിയ രീതിയിൽ ഒന്ന് പ്രാർത്ഥിച്ച് ദുആ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഇവിടെ നിന്ന് പിരിയേണ്ടത്. അല്ലാഹു നമുക്ക് അതിനെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ അഞ്ചാമതായി ബഹുമാനപ്പെട്ട ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു 4 കാര്യങ്ങൾ ഒരാളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകണം. എന്താണ്? ഒന്ന് അത്തളറു വൽ ഖുശൂ, ദുആയിൽ ഭക്തി ഉണ്ടാകണം. ദുആയിൽ ഭക്തി ഉണ്ടാകണം, ഭയഭക്തി ഉണ്ടാകണം. അതുപോലെ തന്നെ എളിമത്വം ഉണ്ടാകണം. വറഗബത്തു വറഹബത്തു, ആഗ്രഹം ഉണ്ടാകണം, ഭയം ഉണ്ടാകണം. പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനുഷ്യന് ഞാൻ പ്രാർത്ഥിക്കുന്നത് സർവശക്തനായ ലോകത്തിന്റെ സൃഷ്ടാവിനോടാണെന്നുള്ള ഒരു ഭയം ഉണ്ടാകണം. അതോടൊപ്പം ആ പ്രാർത്ഥനയിൽ എന്തെന്നില്ലാത്ത ഒരു ആഗ്രഹം ഉണ്ടാകണം. എന്റെ റബ്ബ് ഈ പ്രാർത്ഥനയ്ക്ക് എനിക്ക് ഉത്തരം തരും. എന്ത് തന്നെ രോഗമാണെങ്കിലും ശരി തന്നെ എന്റെ ഈ ദുആ അല്ലാഹു തആല സ്വീകരിക്കും. എന്റെ രോഗം മാറും. എന്റെ വീട് വെക്കാൻ അല്ലാഹു തആല എനിക്ക് സൗഭാഗ്യം തരും. എന്റെ മക്കളെ കെട്ടിച്ചയക്കാനുള്ള ഭാഗ്യം അല്ലാഹു തരുമെന്ന ആ അതിയായ ആഗ്രഹവും അതോടൊപ്പം പടച്ചവനെ കുറിച്ചുള്ള, റബ്ബിനെ കുറിച്ചുള്ള ഭയവും, അവനോടുള്ള വിനയവും, അവനോടുള്ള എളിമയും, അതോടൊപ്പം തന്നെ ആ അല്ലാഹുവിനെ കുറിച്ചുള്ള ആത്മാർത്ഥമായ ഭക്തിയും, ഈ 4 ഘടകങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വേണം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു. ഏഴാമതായി ബഹുമാനപ്പെട്ടവരെ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലുള്ളാഹിയുടെ വിശുദ്ധമായ ഹദീസിന്റെ വെളിച്ചത്തിൽ ബഹുമാനപ്പെട്ട ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു യുജ്സമ ദുആഉ വയൂഖിമ ബിൽ ഇജാബത്തി വയുസദ്ദഖ റജാഹു ഫീ. ദുആയിൽ അല്ലാഹുവിനോട് സത്യം ചെയ്ത് പ്രാർത്ഥിക്കുകയും അതിന് ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടാവുകയും വേണം. ഇഖ്ലാസോടുകൂടി പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ഇരിക്കണം. ഇഖ്ലാസോടുകൂടി എന്റെ റബ്ബ് പ്രാർത്ഥിക്കുന്നതിൽ എനിക്ക് ഉത്തരം തരുമെന്ന് ഇഖ്ലാസ് നിനക്കുണ്ടെങ്കിൽ തീർച്ചയായും നിന്റെ ദുആക്ക് നിനക്ക് ഉത്തരം കിട്ടും. അതല്ലേ ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പറഞ്ഞത്, വിജയം നിനക്കാ മുഖ്ലിസാണീ എങ്കിലേ ഇബ്ലീസ് പോലും തോറ്റു വീഴും മുന്നിലെ. അല്ലാഹുവിന്റെ ലിഖാ കൊതിച്ചാൽ വേണ്ടതാ ഒരു മായവും ചേർത്താത്തമൽ ചെയ്യേണ്ടതാ. നിനക്ക് എന്ത് കാര്യം വേണമെങ്കിലും അല്ലാഹുവിന്റെ ലിഖാഇനെ കാണുക എന്ന ഏറ്റവും ഉന്നതമായ കാര്യം പോലും നിനക്ക് നേടിയെടുക്കാൻ പറ്റുന്ന പ്രാർത്ഥനയിൽ ഇഖ്ലാസ് വേണമെന്ന് അല്ലാഹുവിന്റെ മുത്തു റസൂൽ പഠിപ്പിക്കുമ്പോ ഈ ഇഖ്ലാസോടുകൂടെ എന്ത് കാര്യം നീ ചെയ്താലും തീർച്ചയായും നിനക്ക് വിജയമുണ്ട്. നിനക്ക് വിജയിക്കണമെങ്കിൽ നിന്റെ പ്രവർത്തനങ്ങളിൽ മുഴുവനും, നീ ചെയ്യുന്ന സർവ്വ അമലുകളിലും, നീ കൊടുക്കുന്ന സ്വതക്ക
സദഖകളിലും നീ ചെയ്യുന്ന പ്രാർത്ഥനകളിലും നീ ചെയ്യുന്ന ഇബാദത്തുകളിലും നീ ചെയ്യുന്ന ഖിദ്മത്തുകളിലും നീ ചെയ്യുന്ന സേവനങ്ങളിലും നീ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും എന്നുവേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ സർവ്വ കാര്യങ്ങളിലും ഇഖ്ലാസോടുകൂടി നീ ചെയ്താൽ തീർച്ചയായും നിനക്ക് ദുആക്ക് ഇജാബത്തുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു. സ്വഹാബത്ത് ചോദിച്ചു, വമൽ ഇഖ്ലാസു യാ റസൂലല്ലാഹ്, എന്താണ് നബിയേ ഇഖ്ലാസ്, എന്താണ് നബിയേ ഇഖ്ലാസ്? ഇഖ്ലാസ് വിജയം വരിക്കാൻ ആവശ്യമാണെന്ന് പറയുമ്പോൾ എന്താണ് നബിയേ ഇഖ്ലാസ് എന്ന് പറഞ്ഞു തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇഖ്ലാസ് എന്തെന്നറിയുമോ? ആരും കാണില്ലെങ്കിലും നീ ചെയ്യുന്നത് ആരും കാണുന്നില്ലെങ്കിലും സർവ്വതും അല്ലാഹു കാണുന്നു എന്ന ചിന്തയോടുകൂടി, അല്ലാഹു വീക്ഷിക്കുന്നു എന്ന ബോധത്തോടുകൂടി, അല്ലാഹു എനിക്ക് പ്രതിഫലം തരുമെന്ന വിശ്വാസത്തോടുകൂടി, അല്ലാഹു എനിക്ക് ശിക്ഷ തരുമെന്ന ഭയത്തോടുകൂടി നീ ജീവിതം കഴിച്ചു കൂട്ടലാണ് ഇഖ്ലാസ് എന്ന് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. ഇഖ്ലാസ് എന്നാൽ എന്താണ്? അല്ലാഹു കാണുന്നു, അല്ലാഹു അറിയുന്നു, അല്ലാഹു എനിക്ക് പ്രതിഫലം തരുന്നു എന്ന വിശ്വാസത്തോടുകൂടി ജീവിതം നയിക്കുക. ഇങ്ങനെ ആ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല ഉത്തരം തരുമെന്ന് അല്ലാഹുവിന്റെ മുത്ത് റസൂൽ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിജയം തീർച്ചയായിട്ടും നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. ഇഖ്ലാസ് ആരിലുണ്ടോ, ആത്മാർത്ഥത ആരിലുണ്ടോ, അവന്റെ ദുആക്ക് ഇജാബത്തുണ്ട്, അവന്റെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ വഴിയുണ്ട്, അവന്റെ ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഒരു സഹോദരൻ സ്ഥാപനത്തിന്റെ മുൻഭാഗവും അതിന്റെ പിൻഭാഗവും ഷീറ്റിടുന്നതിന് വേണ്ടി ഇവിടെ ഉദ്ദേശിക്കുകയാണ്. മഴ പെയ്യുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ദിക്ർ ദുആകൾ മജ്ലിസുകൾ നടക്കുമ്പോൾ പലപ്പോഴും അത് നമുക്ക് ജനങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ ഒരു തടസ്സം വരാറുണ്ട്. പലപ്പോഴും ജനങ്ങൾക്ക് അതിലൊരു ബുദ്ധിമുട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഷീറ്റ് ഇടുമ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ദിക്റുകൾ സംഘടിപ്പിക്കാനും നല്ല സൗകര്യമായ ഒരു സന്ദർഭമാണ്. നമുക്ക് ഈ ഇന്നത്തെ ഈ പ്രാർത്ഥനയുടെ സദസ്സിൽ ഒരു സ്ക്വയർ ഫീറ്റിന് 88 രൂപ നമ്മൾ നിശ്ചയിക്കുകയാണ്. ഏകദേശം 4500 സ്ക്വയർ ഫീറ്റ് വേണ്ടിവരും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദുആയുടെ സദസ്സിൽ, ഈ പ്രാർത്ഥനയുടെ സദസ്സിൽ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി നിങ്ങൾ ആരെങ്കിലും അതിന്റെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഈ സദസ്സിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. അതിനു മുമ്പ് ഒരു സഹോദരൻ 2500 രൂപ മരിച്ചുപോയ വാപ്പയുടെ പേരിൽ ദുആ ചെയ്യാൻ ടി.പി. ഹസൻ മുളയങ്കാവൻ എന്നൊരു സഹോദരൻ സഹായിച്ചിട്ടുണ്ട്. മകന്റെ ജോലി ശരിയാകാൻ വേണ്ടി വേറൊരു സഹോദരൻ 313 രൂപ, മരണപ്പെട്ട ഉപ്പയുടെയും പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി ഒരു സഹോദരി 200 രൂപ, മുറാദ് ശരിയാകാൻ വേറൊരു സഹോദരി 200 രൂപ, പ്രത്യേകം ദുആ ചെയ്യുന്നതിന് വേണ്ടി ഒരു സഹോദരൻ 300 രൂപ, മരണപ്പെട്ടവരുടെ പേരിൽ ദുആ ചെയ്യാൻ വേറൊരു സഹോദരി 100 രൂപ, വേറൊരു സഹോദരൻ 101 രൂപ, അബൂബക്കർ ഹാജി എന്നൊരു സഹോദരൻ 1100 രൂപ, മരിച്ചവരുടെ പേരിൽ ദുആ ചെയ്യാൻ ഒരു സഹോദരി 500 രൂപ, അസുഖം മാറുന്നതിന് വേണ്ടി മംഗലശ്ശേരി വീരാൻ എന്നൊരു സഹോദരൻ 500 രൂപ, വേറൊരു സഹോദരൻ 501 രൂപ, അസുഖം മാറാൻ വേറൊരു സഹോദരൻ 500 രൂപ, എം കുഞ്ഞലവി എന്നൊരു സഹോദരൻ 1000 രൂപ, വേറൊരു സഹോദരൻ 500 രൂപ, ഇങ്ങനെയൊക്കെ സഹായം ചെയ്തിട്ട് പെട്ടെന്ന് ദുആ കൊണ്ട് പ്രത്യേകം വസിയത്ത് ചെയ്തിട്ടുണ്ട്. അർഹമുറാഹിമായ അല്ലാഹുവേ, ഈ ചെയ്ത ഈ സഹായങ്ങൾ പടച്ചവനെ നീ സ്വീകരിച്ച് എന്തുദ്ദേശം കരുതിയിട്ടാണോ അല്ലാഹുവേ ഈ സദസ്സിലേക്ക്, ഈ സ്ഥാപനത്തിലേക്ക് സഹായിച്ചത്, അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കി കൊടുക്കണേ പടച്ചവനെ. അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ദുആ കൊണ്ട് തുടങ്ങിയ ഈ പരിശുദ്ധമായ പ്രാർത്ഥനാ സദസ്സ് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് മുത്തുക്കോയ തങ്ങൾ ബഹുമാനപ്പെട്ടവർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അനുഗ്രഹിച്ച ഈ പരിശുദ്ധമായ സദസ്സിലേക്ക് അല്ലാഹുവേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ പടച്ചവനെ അവരുടെ മനസ്സിൽ എന്ത് ഉദ്ദേശമാണോ കരുതിയത് ആ ഉദ്ദേശം അല്ലാഹുവേ നീ പൂർത്തിയാക്കി അവരുടെ കാര്യങ്ങൾ നീ വിജയിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ കാര്യങ്ങൾ നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ പടച്ചവനെ. അൽഹംദുലില്ലാഹ്, ഒരു സഹോദരൻ നമ്മുടെ പുറം പള്ളിയും പരിസരവും ടൈൽസ് പതിക്കാൻ സംഭാവന ചെയ്തിരിക്കുകയാണ്. ഏകദേശം 60,000 രൂപയോളം അതിന്റെ ചെലവ് വരും. ആ മുഴുവൻ പൈസയും ഞാൻ ഏറ്റെടുത്ത് അതിന്റെ ആ തുക വഹിച്ചുകൊള്ളാമെന്ന് അറിയിച്ചുകൊണ്ട് ഒരു സഹോദരൻ സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ പടച്ചവനെ നീ ആ സഹായം സ്വീകരിക്കണേ അല്ലാഹ്. അർഹമുറാഹിമായ റബ്ബേ, ബഹുമാനപ്പെട്ട അജ്മീർ ഫഖീർ അമ്പം നിന്ന് നേറാൻ വലിയല്ലാഹുവിന്റെ ബറക്കത്ത് കൊണ്ട് റഹ്മാനേ
സഹോദരൻ ചെയ്ത സഹായത്തെ നീ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാ. പഠിച്ചവനെ പള്ളിയിലേക്ക് എലിയെടുക്കാൻ വേണ്ടി വരുന്ന ഓരോ സഹോദരന്റെ പാദസ്പർശനം ആ ടൈൽസിൽ പതിക്കുമ്പോഴും പടച്ചറബേ അത് ചെയ്ത സഹോദരന് നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഖിയാമത്ത് നാൾ വരെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും പടച്ചവനെ നീ മാരകമായ രോഗങ്ങളിൽ നിന്നും ആപത്ത് അപകടങ്ങളിൽ നിന്നും സംരക്ഷണം നൽകണേ അല്ലാ. നീ കാവൽ നൽകണേ അല്ലാ. പടച്ചവനെ അല്ലാഹു അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിൽ നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അദ്ദേഹത്തിന്റെ ജോലിയിൽ നീ അഭിവൃദ്ധി നൽകണേ അല്ലാ. പടച്ചവനെ അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതെന്താ? അള്ളാന്റെ റസൂല് പറഞ്ഞതെന്താ? നിങ്ങൾ നോക്കൂ, ഏറ്റവും അഫ്ളലുൽ ഇബാദ, ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് ഏതെന്നറിയുമോ? സ്വഹാബത്തിനോട് റസൂലുള്ളാഹി ചോദിക്കുക. നബിതങ്ങളോട് അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒരുമിച്ച് കൂടിയ ഒരു സദസ്സിൽ സ്വഹാബത്തിനോട് നബിതങ്ങൾ ചോദിക്കുന്നു, അഫ്ളലുൽ ഇബാദ ഏതെന്നറിയുമോ? ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത്. സ്വഹാബത്ത് പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, അല്ലാഹു റസൂലുഹു അലം. അല്ലാഹുവും അവന്റെ പ്രവാചകനുമാണ്, അല്ലാഹുവും അവന്റെ റസൂലുമാണ് ഏറ്റവും അറിയുന്നവൻ. അല്ലാഹുവും അവന്റെ റസൂലുമാണ് ഏറ്റവും അറിയുന്നവൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലുള്ളാഹി പറയുന്നു, ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് എന്തെന്നറിയുമോ? ഇന്തിലാറുൽ ഫർജ്, ദുആ ചെയ്തിട്ട് പടച്ചവനെ എന്റെ റബ്ബിന്റെ ദുആക്ക് ഉത്തരം തരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് എന്ന് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചിട്ട്, പടച്ചവനെ എന്റെ ദുആ ഈ പരിശുദ്ധമായ സദസ്സിൽ ഇവിടെ ദുആ ചെയ്തല്ലോ, എന്റെ ദുആക്ക് തീർച്ചയായും ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കലാണ്. എന്റെ അല്ലാഹ് ഈ ദുആയുടെ സദസ്സിൽ വെച്ചുകൊണ്ട് ഈ ആയിരങ്ങൾ പങ്കെടുത്ത പരിശുദ്ധമായ ഈ ജീവകാരുണ്യ പ്രവർത്തനം നടക്കുന്ന യതീമക്കളെ സംരക്ഷിക്കുന്ന, അനാഥകളെ സംരക്ഷിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ പൂമുഖത്തിരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ട അജ്മീർ ഫക്കീറമ്പെന്ന നൂറാൻ വലിയുള്ളാഹിയുടെ പേരിൽ തുടങ്ങി വെച്ച ഈ പരിശുദ്ധമായ സ്ഥാപനത്തിന്റെ തിരുമുറ്റത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് അല്ലാഹു എനിക്ക് ഉത്തരം തരുമെന്ന് പ്രതീക്ഷിക്കുക, പ്രാർത്ഥനയ്ക്ക് ഉത്തരത്തെ പ്രതീക്ഷിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. അതാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നേരത്തെ പറഞ്ഞത്, മാരകമായ രോഗങ്ങൾ ഈ പരിശുദ്ധമായ സദസ്സിൽ ദുആ ചെയ്തിട്ട് മാറിയ ചരിത്രം നമുക്ക് അനുഭവമാണ്. നമ്മുടെ ഈ ഷാനവാസ് മാസ്റ്റർ SKSSFന്റെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്നു മുമ്പ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ എത്രയോ അനുഭവങ്ങൾ, ഒന്നും രണ്ടുമല്ല, തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും കോട്ടയം ജില്ലയിലും എന്ന് വേണ്ട കേരളത്തിനകത്തും പുറത്തും എത്രയോ അനുഭവങ്ങളാണ്. ഈ പരിശുദ്ധമായ മജ്ലിസിൽ വെച്ച് പ്രാർത്ഥിച്ചതിന്റെ അനന്തരഫലം എത്രയോ അനുഭവങ്ങളാണ്. മാരക രോഗങ്ങൾ, മക്കളില്ലാതിരുന്നവർക്ക് അവർ ആഗ്രഹിച്ചതുപോലുള്ള സന്താനങ്ങൾ കിട്ടി. എന്തിന്റെ പേരിൽ? അള്ളാഹുവിന്റെ ഔലിയാക്കളോട് പടച്ചവൻ കാണിക്കുന്ന സ്നേഹമാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളോട് അള്ളാഹു കാണിക്കുന്ന സ്നേഹമാണ്. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ യൻദുറു ഇലാ ഖുലൂബി ഔലിയാഇ, അല്ലാഹു തആല സദാസമയം അവന്റെ ഔലിയാക്കളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കും. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ആത്മീയ ജ്ഞാനത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്തിയ ബഹുമാനപ്പെട്ട അമ്പർകുന്ന് നൂറാൻ വലിയുള്ളാഹിയുടെ പാദസ്പർശനം കൊണ്ട് പവിത്രമായ ഒരു മണ്ണാണ്. ബഹുമാനപ്പെട്ടവരുടെ ഇജാസത്തോടുകൂടി നമ്മൾ ഇവിടെ സ്ഥാപിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ മുത്ത് റസൂല് പഠിപ്പിച്ചതായി ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹു തആല സദാസമയം അവന്റെ ഔലിയാക്കളുടെ ഖൽബുകളിലേക്ക് നോക്കി. സദാസമയം അവന്റെ ഔലിയാക്കളുടെ കൽബുകളിലേക്ക് എന്തിനാണ് നോക്കുന്നത് അറിയുമോ? ആ ഔലിയാക്കളുടെ കൽബുകളിൽ ആ ഔലിയാക്കളെ സ്നേഹിക്കുന്നവർ, അവരെ സഹായിക്കുന്നവർ, അവരുടെ ആവശ്യങ്ങൾ എന്താണ് ആവശ്യങ്ങളെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് ആ ആവശ്യങ്ങൾ നിർവഹിക്കുന്നവർ ആരാണോ അവരുടെ പേരുകൾ അവരുടെ ഔലിയാക്കളുടെ കൽബുകളിൽ കൊത്തിവെക്കുമെന്ന് അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറയുന്നു. എന്നിട്ട് മാത്രമല്ല, അല്ലാഹു തആല അങ്ങനെ ഔലിയാക്കളുടെ കൽബുകളിലേക്ക് നോക്കുമ്പോൾ ആ കൽബുകളിൽ കാണുന്ന
അവരോട് സ്നേഹം കാണിച്ച ഔലിയാക്കളോട് സ്നേഹം കാണിച്ച മനുഷ്യർക്ക്, അവരെ സഹായിച്ച മനുഷ്യർക്ക് അല്ലാഹു പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുകയും ചെയ്യുമെന്ന് ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായിരുന്ന അബൂ യസീദ് ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അമ്പങ്ങുന്ന മീറാൻ വലിയുള്ളാഹിയുടെ ദുആ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധമായ സ്ഥാപനത്തിലേക്ക് ആര് സഹായിച്ചാലും ശരി തന്നെ, ആര് നേർച്ചയാക്കിയാലും ശരി തന്നെ, തീർച്ചയായും അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, അവന്റെ നേർച്ചയ്ക്ക് ബലം കാണുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്താ? ദുആ കൊണ്ട് കെട്ടിപ്പടുത്തുയർത്തപ്പെട്ട മഹനീയമായ സ്ഥാപനമാണ്. ആരുടെ ദുആ? അമ്പംകുന്ന് വീരാനൗലിയ ഉപ്പാപ്പയുടെ ദുആ. ഞാൻ ഉപ്പാപ്പ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉപ്പാപ്പ വീരാനൗലിയ ഉപ്പാപ്പ പറയൂത്രേ, ഇവിടെ വലിയ സ്ഥാപനം കെട്ടണം കേട്ടാ, നിങ്ങൾ വലിയ സ്ഥാപനം ഇവിടെ കെട്ടണം, വലിയ സ്ഥാപനം ഇവിടെ ഉയർന്നു വരും. എന്നിട്ട് അള്ളാഹിനോട് ദുആയിരുന്നു. നോക്കണേ നിങ്ങൾ, പ്രാർത്ഥനയുടെ ശക്തിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. വലിയ വലിയ കോടിക്കണക്കിന് സമ്പത്തുകൾ ഒരുമിച്ച് കൂടി നിർത്തുന്നവർക്ക് ഒരു സ്ഥാപനം നടക്കാൻ കഴിയുന്നില്ല, നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നില്ല, അവരെ കൊണ്ട് പറ്റുന്നില്ല. ആ സന്ദർഭത്തിലാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം, പടച്ചവൻ കൊടുത്ത കഴിവ് കൊണ്ട് തന്റെ അടുക്കിലേക്ക് വരുന്ന ആൾക്കാരുടെ രോഗശമനത്തിന് വേണ്ടി ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് കൊടുക്കുന്ന ആ പൈസ, ആ തുച്ഛമായ പൈസ എത്രയാണോ കൊടുക്കുന്ന സന്തോഷത്തോടെ വാങ്ങും. ഞങ്ങളൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് ഒരിക്കൽ മാരകമായ ഒരു രോഗം പല ചികിത്സക്കാരെയും കാണിച്ചിട്ട് മാറിയിട്ടില്ല. നമ്മുടെ ഷാനവാസ് സാറിന്റെ അനുജന്റെ ഭാര്യ, സ്വന്തം അനുജന്റെ ഭാര്യയുടെ അവസാനം ബഹുമാനപ്പെട്ട ഉപ്പാപ്പയുടെ നിർദ്ദേശം അനുസരിച്ചാണ് മാറിയത്. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. സന്തോഷത്തോടെ അന്ന് സന്തോഷത്തോടെ 200 രൂപ കൊടുത്തു പാപ്പ സന്തോഷത്തോടെ അത് വാങ്ങി. അവസാനം ഞാൻ വിളിച്ചു പറഞ്ഞു സാറിനോട്, സാറേ അങ്ങനെയല്ല, അത് ശരിയല്ല, അവിടെ ഒരു സ്ഥാപനം നടക്കുന്നുണ്ട്. സാറ് അനുജനോട് പറഞ്ഞു. അവസാനം 10,000 രൂപ അദ്ദേഹം കൊടുത്തു. എന്ന് മാത്രമല്ല, എല്ലാ മാസവും എല്ലാ വർഷവും ഇപ്പോഴും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് 2 ചാക്ക് അരിയുടെ പൈസ അവിടെ കൊടുത്തയച്ചു. ഇപ്പോഴും അവർക്ക് അത്രയ്ക്ക് വിശ്വാസമാണ്. കാരണം അനുഭവമാണ്, നമുക്ക് അനുഭവമാണ് എന്റെ പ്രിയപ്പെട്ടവരെ, അനുഭവമാണ്. 100 കണക്കിന് രോഗങ്ങളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പ്രാർത്ഥന കൊണ്ട് മാറിയത്. അതാണ് അള്ളാഹുവിന്റെ മുത്ത് റസൂൽ പറഞ്ഞത്, ഔലിയാക്കളുടെ കൽബുകളിലേക്ക് അള്ളാഹു നോക്കും. അപ്പൊ അവരോട് സ്നേഹം കാണിക്കുന്നവരുടെ പേര് അതിനകത്ത് ഇങ്ങനെ എഴുതി വെക്കും. അള്ളാഹു തആല അതിനകത്ത് എഴുതി വെക്കുന്ന ആ പേരിലേക്ക് നോക്കിയിട്ട് അവർക്ക് അള്ളാഹു തആല മഗ്ഫിറത്ത് കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പറയുന്നത് വെറുതെയല്ല. ഷാനവാസ് മാസ്റ്റർ 100 സ്ക്വയർ ഫീറ്റിന്റെ ഷീറ്റിന് വേണ്ടിയിട്ടുള്ള പൈസ സംഭാവന ചെയ്തിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം തരട്ടെ പടച്ചവനെ. ബഹുമാനപ്പെട്ട ഷാനവാസ് മാസ്റ്റർ കണിയാപുരം ഈ സ്ഥാപനത്തിന്റെ ഷീറ്റ് ഇടുന്നതിലേക്ക് 100 സ്ക്വയർ ഫീറ്റിന്റെ പൈസ തന്നിരിക്കുകയാണ് പടച്ചവനെ. അദ്ദേഹത്തിന്റെ ആ സംഭാവന നീ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം അദ്ദേഹത്തിനും കുടുംബത്തിനും നീ നൽകണേ അല്ലാഹ്. പടച്ചവനെ, അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, കൃപയുള്ള റബ്ബേ, വീട് നിർമ്മിച്ച് കുറച്ച് കടത്തിലും വിഷമത്തിലുമാണ് റഹ്മാനെ. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ കടങ്ങളും വിഷമങ്ങളും എത്രയും വേഗം പടച്ചവനെ ഈ സദസ്സിന്റെ മഹത്വം കൊണ്ട് റബ്ബേ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ നീ പൂർത്തിയാക്കി കൊടുക്കണേ പടച്ചവനെ. അദ്ദേഹം തുടങ്ങി വെച്ച സംരംഭങ്ങളെ നല്ല നിലയ്ക്ക് അല്ലാഹുവേ നീ വിജയിപ്പിക്കണേ പടച്ചവനെ. നല്ല നിലയ്ക്ക് അതിനെ നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹുവേ. പടച്ചവനെ, എല്ലാ നിലയ്ക്കും തടസ്സങ്ങൾ മാറ്റിക്കൊടുത്ത് റഹ്മാനായ അല്ലാഹുവേ അതിന്റെ എല്ലാ ആവശ്യങ്ങളും റഹ്മാനായ അല്ലാഹ് നീ പൂർത്തിയാക്കി കൊടുക്കണേ പടച്ചവനെ. സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കണേ പടച്ചവനെ. അദ്ദേഹത്തിന്റെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി കൊടുക്കണേ പടച്ചവനെ. അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നീ കൊടുക്കണേ അല്ലാഹുവേ. ബഹുമാനപ്പെട്ട അമ്പംകുന്ന് മീറാൻ വലിയുള്ളാഹിയുടെ ബറക്കത്ത് കൊണ്ട്, അത്താവലിയ പാപ്പായുടെ ബറക്കത്ത് കൊണ്ട്, നിന്റെ അമ്പിയാക്കൾ ഔലിയാക്കളുടെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ, അദ്ദേഹത്തിന്റെ ദുആകൾക്ക് നീ ഇജാബത്ത് നൽകണേ റഹ്മാനെ. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഇമാമുന ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, 8ാമത്തെ ശർത്ത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലുള്ളാഹിയുടെ ഹദീസിന്റെ വെളിച്ചത്തിൽ ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുന്ന 8ാമത്തെ ശർത്ത് എന്തെന്നറിയുമോ? ദുആക്ക് ഇജാബത്ത് കിട്ടേണ്ട 8ാമത്തെ ശർത്ത് നിർബന്ധമായും പടച്ചവരെ നീ എനിക്ക് എന്റെ ദുആയ സ്വീകരിക്കണം, നിർബന്ധമായും നീ എനിക്ക് സ്വീകരിക്കണമെന്ന് അല്ലാഹുവിനോട് ചോദിച്ചിട്ട് 3 പ്രാവശ്യം മടക്കി ചോദിക്കണമെന്ന് ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുകയാ. നിർബന്ധമായും അല്ലാഹുവേ നീ എനിക്ക് തരണേ, നിർബന്ധമായും നീ എനിക്ക് തരണേ അല്ലാ, നിർബന്ധമായും നീ എനിക്ക് തരണേ എന്ന് 3 പ്രാവശ്യം നിന്റെ പ്രാർത്ഥന എപ്പോഴും നീ മടക്കി ചോദിച്ചുകൊണ്ടേയിരിക്കണം. അമ്പംകുന്ന് വീരാലിയപ്പാപ്പാടെ, ബഹുമാനപ്പെട്ട വീരാലിയപ്പാപ്പാടെ ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാ അല്ലാ കൊണ്ടല്ല, അല്ലാ അല്ലാ കൊണ്ടല്ല, ഒന്ന് ബലാലെ നീക്കല്ല, കൊണ്ടല്ല എന്ന് താ അല്ലാ, നിർബന്ധമായിട്ടും താ അല്ലാ. ചോദിക്കുകയാണ്. അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്ക് അവകാശമുണ്ട് പ്രിയപ്പെട്ടവരെ. എന്തുകൊണ്ട്? അള്ളാഹ് നമ്മളോട് പറഞ്ഞിരിക്കുക, നിങ്ങൾ എന്നോട് ചോദിക്ക്.
ഉദ്ഉനി, നിങ്ങൾ എന്നോട് നിർബന്ധമായും ചോദിക്ക്. ആ അംറിന്റെ അംറുഫയില് അൽ അംറു ലിൽ വുജൂബ്, ബഹുമാനപ്പെട്ട നഹ്വിങ്ങൾക്ക് അറിയാം, അതിന്റെ ഗ്രാമർ പഠിപ്പിക്കുന്നവർക്ക് അറിയാം, വ്യാകരണം പറയുന്നവർക്ക് അറിയാം. അൽ അംറു കൽപ്പന ക്രിയ എന്ന് പറയുന്നത് നിർബന്ധത്തിനെ സൂചിപ്പിക്കുന്നതാണ്. അല്ലാഹ് പറയും നിങ്ങൾ എന്നോട് നിർബന്ധമായും ചോദിക്കൂ. അതുകൊണ്ട് തന്നെ പടച്ചവനെ, നീ എന്റെ പ്രാർത്ഥനയ്ക്ക് നിർബന്ധമായും ഉത്തരം ചെയ്യണമല്ല. എന്റെ ആവശ്യം നീ പൂർത്തിയാക്കി തരണേ പടച്ചവനെ. എന്റെ മനസ്സിന്റെ ശബ്ദങ്ങൾ നീ നിറവേറ്റി തരണേ അല്ല. എന്റെ കാര്യങ്ങൾ നീ സാധിപ്പിച്ചു തരണേ അല്ല എന്ന് നിർബന്ധപൂർവ്വം റബ്ബിനോട് ചോദിക്കണമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ദീനാനോട് പഠിപ്പിക്കുന്ന പടച്ചവനെ അല്ലാഹ് കൊണ്ടല്ല. ഞാൻ ഒരിക്കൽ പാപ്പയോട് ചോദിച്ചു, പാപ്പ എന്താണ് ഈ അല്ലാഹ് കൊണ്ടല്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം? ബഹുമാനപ്പെട്ടവർ ചിരിച്ചു പറയൂ, ഭയങ്കര മഅരിഫത്തിന്റെ അർത്ഥമാണത്. മഅരിഫത്തിന്റെ ദുആയാണ്. പടച്ചവനെ നിർബന്ധമായും അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ മഅരിഫത്തിന്റെയും അല്ലാഹുവേ നിന്റെ ജലാലിയത്തിന്റെയും മഹത്വങ്ങൾ നിന്റെ നൂറാനിയത്തിന്റെ ഖൽബിലേക്ക് നീ താ അല്ലാഹുവേ. പടച്ചവനെ നിന്നെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടതുണ്ടോ, നിന്നിലേക്ക് അടുക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ, എന്തെല്ലാം ചിന്തിക്കേണ്ടതുണ്ടോ, എന്തെല്ലാം പറയേണ്ടതുണ്ടല്ലോ, അതെല്ലാം എനിക്ക് താ അല്ലാഹ് എന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു പ്രാർത്ഥനയാണതെന്ന് ബഹുമാനപ്പെട്ടവർ അതിനെ വിശദീകരിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു, നിർബന്ധമായും ചോദിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട ഒസ്സാലി ഇമാം പഠിപ്പിക്കുന്നത്. ഹദീസിന്റെ വെളിച്ചത്തിൽ ആരാണ് ഇമാം ഒസ്സാലി റളിയല്ലാഹു അൻഹു? ഒരു കാലഘട്ടത്തിന്റെ പാണ്ഡിത്യം കൊണ്ട് 10,000-കണക്കിന് ജനഹൃദയങ്ങൾക്ക് ഇന്നും അറിവ് പകർന്നുകൊണ്ടുപിടിക്കുന്ന ബഹുമാനപ്പെട്ട വലിയ പണ്ഡിതനാണ്. കാലഘട്ടത്തിന്റെ മുജദ്ദിദാണ്, ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന് ലോക പണ്ഡിതന്മാർ വിശേഷിപ്പിച്ച ബഹുമാനപ്പെട്ട ഇമാമുന ഗസ്സാലി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ തിരു ഹദീസിന്റെ വെളിച്ചത്തിൽ പഠിപ്പിക്കുകയാണ്. എന്ത്? 8ാമത്തെ നിബന്ധന, നിർബന്ധമായി നമ്മൾ ചോദിക്കുന്ന കാര്യം അല്ലാഹുവിനോട് നിർബന്ധതയോടുകൂടി ചോദിക്കണേ. പടച്ചവനെ എന്റെ കാര്യം നീ നിർബന്ധമാക്കി പൂർത്തിയാക്കി തരണമല്ല. 3 പ്രാവശ്യം ആവർത്തിച്ച് ചോദിക്കണം. 9ാമതായി അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ വെളിച്ചത്തിൽ, അല്ലാഹുവിന്റെ മുത്ത് റസൂലുള്ളാഹിന്റെ ഹദീസിന്റെ വെളിച്ചത്തിൽ 9ാമതായി ചോദിക്കുന്ന 9ാമത്തെ കാര്യം എന്താണ്? അയ്യഫ്തതി അദ്ദുആഹു ബിദിക്രില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നാണ് 9ാമത്തെ ശർത്ത്. അതുകൊണ്ടാണ് ദുആ സമ്മേളനം നമ്മൾ വെച്ചുകൊണ്ട് ദുആക്ക് ശേഷം നമ്മൾ പ്രാർത്ഥന വെക്കുന്നത്. ഒരു ദുആ വെച്ചുകൊണ്ട് ആ ദുആക്ക് ശേഷം പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. ബഹുമാനപ്പെട്ട സലമത്ത് ബിൻ അഖ്വ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി എപ്പോൾ ദുആ എടുക്കുമ്പോഴും സുബ്ഹാന റബ്ബിയൽ അലിയിൽ അലൽ വഹാബ്, സുബ്ഹാന റബ്ബിയൽ അലിയിൽ അലൽ വഹാബ്, സുബ്ഹാന റബ്ബിയൽ അലിയിൽ അലൽ വഹാബ് എന്ന് അല്ലാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ട് മാത്രമേ ദുആ ചെയ്തിരുന്നു എന്ന് ബഹുമാനപ്പെട്ട സലമത്ത് ബിൻ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് അവന്റെ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ട് ഒരാൾ പ്രാർത്ഥിച്ചാൽ ആ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ, ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാണെന്ന് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹോദരൻ ദുആ ചെയ്യാൻ 200 രൂപ, മരണപ്പെട്ട ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ 501 രൂപ, മരണപ്പെട്ട പിതാവിന്റെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യാൻ 501 രൂപ, മുറാദ് ഹാസിലാകാൻ ഒരു സഹോദരി 200 രൂപ, മരിച്ച ഉമ്മയുടെ മേൽ ദുആ ചെയ്യാനും ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി 200 രൂപ, മകന്റെ ജോലി ശരിയാകാൻ ഒരു സഹോദരി 313 രൂപ, അതുപോലെ തന്നെ പിതാവിന്റെ അസുഖം മാറാൻ ഒരു സഹോദരി 200 രൂപ, 101 രൂപ വേറൊരു സഹോദരി, പടിഞ്ഞാറയിൽ ഫാത്തിമ എന്നൊരു സഹോദരി 200 രൂപ, മകളുടെ കാര്യത്തിൽ ദുആ ചെയ്യാൻ ഒരു സഹോദരി 5000 രൂപ. അർഹമുറാഹിമായ അല്ലാഹുവേ, പടച്ചവനെ ഈ സഹായം നീ സ്വീകരിക്കണേ. പടച്ചവനെ അല്ലാഹുവേ, ഈ ചെയ്ത സഹായത്തിന് അർഹമായ പ്രതിഫലം കൊടുത്ത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ. പടച്ചവനെ, ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, അവസാനത്തെ 10ാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്, അവസാനിപ്പിക്കുകയാണ്. 9ാമതായി പറഞ്ഞത് എന്താണ്? പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും അല്ലാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ടായിരിക്കണം ദിക്ർ ചൊല്ലി, കുറേ ദിക്ർ ചൊല്ലി അല്ലാഹുവിന്റെ മഹത്വം വാഴ്ത്തി അവന്റെ പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് നമ്മളൊരു കാര്യം പടച്ചവനോട് ചോദിച്ചാൽ തീർച്ചയായും അല്ലാഹു തആല ആ ദുആക്ക് ഉത്തരം തരും. 10ാമതായി ബഹുമാനപ്പെട്ട ഇമാമുന ഗസ്സാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്, അത്തൗബത്തു വറദ്ദുൽ മലാലിമി വൽ ഇഖ്ബാലു അലല്ലാഹി അസ്സ വജൽ, ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങി ഇനി ഒരിക്കലും ഞാൻ ചെയ്യുന്ന തെറ്റിലേക്ക് മടങ്ങി പോകില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തൗബ ചെയ്തതിനു ശേഷം ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ള പഠിപ്പിച്ചതായി അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. തൗബ ചെയ്തതിനു ശേഷം നമ്മൾ പ്രാർത്ഥിക്കണം.
ദുആക്ക് ഇജാബത്തുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗബയെ പ്രോത്സാഹിപ്പിക്കുന്നത് ധാരാളം. ഇന്നി അസ്തഗ്ഫിറുല്ലാഹ അൽ യൗമ 100 മറ, ഞാൻ ഒരു ദിവസം 100 പ്രാവശ്യം അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും, തൗബ ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഒരു തെറ്റും ചെയ്തിട്ടല്ല. അല്ലാഹുവിന്റെ റസൂൽ ഒരു തെറ്റും ചെയ്തിട്ടല്ല, മറിച്ച് എന്താണ് നമ്മെ പ്രേരിപ്പിക്കുകയാണ്. നാം എത്രത്തോളം തൗബ ചെയ്യുന്നുവോ അത്രത്തോളം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിക്കൊണ്ടേയിരിക്കും. തൗബ ചെയ്ത മനുഷ്യന്റെ ദുആക്ക് ഇജാബത്തുണ്ട്. ആ തൗബയുടെ എണ്ണം എത്രത്തോളം കൂട്ടുമോ അത്രത്തോളം അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ടവരെ, ഹസ്രത്ത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഒരിക്കൽ മഴയില്ലാതെ വളരെ ക്ഷാമം നേരിട്ടു. നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ വെള്ളമില്ലാതെ കിണർ പറ്റി. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പല സ്ഥലത്തും പൈസ കൊടുത്ത് കുടിവെള്ളം വാങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളമില്ല, വളരെയധികം വേദനാജനകമായ ഒരു കാലഘട്ടമാണ്. ബഹുമാനപ്പെട്ട ഹസ്രത്ത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഇതുപോലെ വെള്ളമില്ലാത്ത ഒരു അവസ്ഥയുണ്ടായി. ബഹുമാനപ്പെട്ടവർ ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു മൈതാനത്തിൽ കൊണ്ടുപോയി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. പക്ഷെ ഉത്തരം കിട്ടിയില്ല. 3 പ്രാവശ്യം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, ഉത്തരം കിട്ടിയില്ല. അവസാനം അള്ളാഹു ജല്ല ജലാലു വഹി അറിയിച്ചു കൊടുക്കുകയാണ്, ബഹുമാനപ്പെട്ടവരെ, അങ്ങയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല. എന്തെന്നറിയുമോ? അങ്ങയുടെ കൂട്ടത്തിൽ നെമ്മാനുയേശനി പറയുന്ന ഒരാളുണ്ട്. അതുകൊണ്ട് തന്നെ പശ്ചാത്തപിച്ചിട്ട് വന്നാൽ മാത്രമേ, തൗബ ചെയ്തിട്ട് വന്നാൽ മാത്രമേ അങ്ങയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂ എന്ന് അല്ലാഹു ജല്ല ജലാലുഹു ബഹുമാനപ്പെട്ട മൂസാ നബിക്ക് വഹി അറിയിച്ചു കൊടുക്കുകയും കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം അനുയായികളോട് പറഞ്ഞുകൊണ്ട് ഖാലിസായ നിലയിൽ അവിടെ വെച്ച് പശ്ചാത്തപിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഴയിറക്കി കൊടുത്തു എന്ന് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. തൗബ ചെയ്തതിനു ശേഷം ചെയ്യുന്ന പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് വിഷമമുണ്ടാകട്ടെ, പ്രയാസമുണ്ടാകട്ടെ, ഉടനെ ഇങ്ങ് കയറി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലല്ല. ഈ പറഞ്ഞ 10 മര്യാദകളും പാലിച്ചുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കണം. 10ാമത്തെ മര്യാദ അത് ബാത്തിനിയായ ലാഹിരിയായ മര്യാദയല്ല, അത് ബാത്തിനിയായ മര്യാദയാണ്. ഉള്ളിൽ നിന്നും വരേണ്ട ആത്മാർത്ഥമായ പശ്ചാത്താപം, ആ തൗബയോടുകൂടി നമ്മൾ ദുആ ചെയ്താൽ തീർച്ചയായും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട ഇമാമുന ഗസ്സാലി റളിയല്ലാഹു അൻഹു ആ ദുആയെ കുറിച്ചാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൈസ ഷൈഉൻ അക്റമ അലല്ലാഹി അസ്സ വജല്ല മിനദ് ദുആ. ലൈസ ഷൈഉൻ അക്റമ അലല്ലാഹി അസ്സ വജല്ല മിനദ് ദുആ. അല്ലാഹുവിന് ഏറ്റവും ബഹുമാനമുള്ള ഒരു കാര്യം, അല്ലാഹുവിന് ഏറ്റവും ആദരവുള്ള ഒരു കാര്യം, അല്ലാഹു തആല മനുഷ്യനെ ബഹുമാനിച്ചിരിക്കുന്നു പരിശുദ്ധ ഖുർആനിൽ. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യ സന്തതികളെ നാം ബഹുമാനിച്ചു. അല്ലാഹു ആ ബഹുമാനം കൊടുക്കാനുള്ള ഏറ്റവും പ്രധാന കാരണം എന്താണ്? റസൂലുള്ള പറയുകയാണ്, ആ മനുഷ്യന്റെ പ്രാർത്ഥനയാണ്, ദുആയാണ്. അല്ലാഹു മനുഷ്യനെ ബഹുമാനിക്കാനുള്ള കാരണം എന്താണ്? ബഹുമാനം മനുഷ്യനോട് കൊടുക്കാനുള്ള കാരണം എന്താണ്? മനുഷ്യന്റെ പ്രാർത്ഥനയാണ്. കാരണം അത്രയ്ക്ക് ആദരവാണ് മനുഷ്യന്റെ ദുആക്ക് അല്ലാഹു കൊടുക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മഹാനായ റസൂലുള്ള ഒരു ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്, ഒരാൾ ദുആ ചെയ്താൽ 3-4 രൂപത്തിൽ അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിക്കും. ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞു. കുറച്ച് ദിക്ർ പറയണ്ടേ? പറഞ്ഞ് ദുആ ചെയ്യാൻ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഈ പരിപാടിയെ
ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഈ പരിശുദ്ധമായ സ്ഥാപനത്തിൽ അതിന്റെ ടൈൽസ് ഇടുന്ന കാര്യം, അതുപോലെ തന്നെ ഷീറ്റ് ഇടുന്ന കാര്യം, അതൊക്കെ നമ്മളിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. വർഷങ്ങളായി അനാഥകളും അഗതികളുമായ കുട്ടികളെ പഠിപ്പിക്കുന്ന, അവർക്ക് മതഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു മഹത്തായ ഒരു സ്ഥാപനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജാമിയ നൂരിയ അറബി കോളേജിന്റെ ജൂനിയർ ശരീഅത്ത് കോളേജും ഇവിടെ നടക്കുന്നുണ്ട്. 2 നിലയ്ക്കുള്ള വിദ്യാഭ്യാസവും കൊടുത്ത് സമൂഹത്തിൽ പ്രാപ്തരായ നിലയിൽ ഒരു ഉത്തമമായ ഒരു പൗരനാക്കി മാറ്റി, ദീനീ ദഅവത്തിന് അനുയോജ്യരാക്കി മാറ്റി സമൂഹത്തിന് സമർപ്പിക്കുന്ന മഹനീയമായ ഈ സ്ഥാപനത്തിലേക്ക് സഹായിക്കാൻ സന്മനസ്സുള്ളവർ, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഈ ലൈവ് പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവർ തീർച്ചയായും ഈ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത അവർക്കൊക്കെ ഈ സ്ഥാപനത്തിൽ സഹായിച്ചതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഒരുപാട് നിറവേറ്റി കൊടുത്ത നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ സ്ഥാപനത്തിലേക്ക് ഒരുപാട് സഹായത്തിന്റെ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ടൈൽസ് ഇടുന്ന കാര്യം, അതിന്റെ ഷീറ്റ് ഇടുന്ന കാര്യം, ആരെങ്കിലും ഇനി പറയാനുണ്ടെങ്കിൽ നമുക്ക് ഈ സദസ്സിൽ വെച്ച് പിരിയുന്നതിന് മുമ്പ് ദുആ ചെയ്തിട്ട് പിരിയാം. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട അമ്പംകുന്ന് മീറാൻ വലിയുള്ള പഠിപ്പിച്ച 2 ദിക്റുകൾ ഒരു 33 പ്രാവശ്യം നമുക്ക് പറഞ്ഞ് ഒരു ഹദീസും കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് ദുആയോടുകൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്നും നമുക്ക് പിരിയാം. ആ 2 ദിക്റുകളും നമ്മൾ ഇവിടെ പറയുകയാണ്. എല്ലാവരും ഏറ്റ് ശബ്ദം താഴ്ത്തി ചൊല്ലുക. ഒന്നാമതായി യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന ദിക്റാണ് ബഹുമാനപ്പെട്ട ബിലാലിയ പാപ്പ, അത്താവുലിയ പാപ്പാക്ക് പറഞ്ഞു കൊടുക്കുകയും അവര് നമുക്ക് ചൊല്ലുകയും നമ്മളൊക്കെ ഒരുപാട് വേണ്ടപ്പെട്ടവർ അത് ചൊല്ലി വരുന്നു. അതിൻ്റെതായ ഗുണം നമുക്ക് കിട്ടുന്നുണ്ട്. മറ്റൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആമീൻ. അപ്പോൾ ഇത് 2 ദിക്ർ നമുക്കൊരു 33 പ്രാവശ്യം പറഞ്ഞ് ഒരു ഹദീസ്, റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് പറഞ്ഞു വെച്ച് അവസാനിപ്പിച്ച് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ പ്രഭാഷണം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കണം. എല്ലാവരും ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി പടച്ചവന്റെ ഈ പരിശുദ്ധമായ ദിക്ർ നിങ്ങൾ എല്ലാവരും ചൊല്ലുക. ഒന്നാമതായി യാ لطيف يا الله يا 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 لطيف يا الله لا إله إلا الله آمين 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 لا إله إلا الله آمين
لا إله إلا الله آمين لا إله إلا الله آمين لا إله إلا الله آمين لا إله إلا الله آمين لا إله إلا الله آمين لا إله إلا الله آمين لا إله إلا الله آمين لا إله إلا الله آمين لا إله إلا الله آمين لا إله إلا الله آمين لا إله إلا الله آمين لا إله إلا الله آمين لا إله إلا الله آمين لا إله إلا الله آمين لا إله إلا الله آمين لا إله إلا الله آمين لا إله إلا الله آمين لا إله إلا الله آمين لا إله إلا الله آمين. ഒരു കുട്ടിയുടെ രോഗം മാറുന്നതിന് വേണ്ടി ഒരു സഹോദരൻ 200 രൂപ, മകന്റെ ജോലി ശരിയാകുന്നതിന് വേണ്ടി ഒരാൾ 101 രൂപ സംഭാവനയുണ്ട്. ആരെങ്കിലും ഇനി ഷീറ്റിലേക്കോ ടൈൽസിലേക്കോ അതുപോലെ തന്നെ അതിന്റെ ഇതിലേക്കോ സംഭാവന പറയാനുണ്ടെങ്കിൽ എത്രയും വേഗം പറഞ്ഞാൽ നമുക്ക് ഈ സദസ്സിൽ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. നമ്മുടെ ആ ഷീറ്റ് ഇടുന്നതിന് വേണ്ടിയുള്ള സ്ക്വയർ ഫീറ്റിലേക്ക് ആരെങ്കിലും സദസ്സിൽ നിന്ന് ഒരു സംഭാവന കൂടി പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ ദുആ ചെയ്യാൻ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലുള്ളാഹി പറയാ, ഇന്നൽ അബ്ദ ലാ യുഖ്തിഹു മിന ദുആഇ ഹിദാ തലാത്തിൻ. 3 രൂപത്തിൽ ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ അവന്റെ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി. ഒരാൾ കൈ ഉയർത്തി റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും 3 രൂപം അല്ലാഹു തആല അവന്റെ പ്രാർത്ഥനയെ സ്വീകരിക്കുമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി. ഒന്നാമതെന്നറിയുമോ, ഒന്നാമതായി അവൻ പ്രാർത്ഥിക്കുന്നതിന്റെ ഗുണഫലമായിട്ട്, അവൻ ദുആ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ, ഏത് കാര്യമാണോ ദുആയിൽ അവൻ ചോദിച്ചത്, അവന്റെ മകളെ കെട്ടിക്കുന്നതിന് വേണ്ടിയാണോ, വീട് വെക്കുന്നതിന് വേണ്ടിയാണോ, പഠനത്തിന് വേണ്ടിയാണോ, ഈമാൻ ശരിയാകുന്നതിന് വേണ്ടിയാണോ, ദുർനടപ്പ് മാറുന്നതിന് വേണ്ടിയാണോ, മക്കളുടെ നല്ല നടത്തിന് വേണ്ടിയാണോ, കുടുംബജീവിതത്തിന്റെ സമാധാനത്തിന് വേണ്ടിയാണോ, സാന്ത്വനമുള്ള നല്ലൊരു കുടുംബജീവിതത്തിന് വേണ്ടിയാണോ, എന്ത് കാര്യമാണ് ദുആ ചെയ്യുന്നതിന് വേണ്ടി അവൻ മനസ്സിൽ കരുതിയോ ആ കാര്യം അല്ലാഹു അവന് സാധിപ്പിച്ചു കൊടുക്കുമെന്ന്. രണ്ടാമതൊരു കാര്യം അല്ലാഹു തആല അവന് സാധിപ്പിച്ചു കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. മനസ്സിന്റെ നൊമ്പരം ഏതാണോ അതനുസരിച്ചുകൊണ്ട് അല്ലാഹു തആല അവന്റെ വേദന മാറ്റിക്കൊടുത്തുകൊണ്ട് അവന്റെ കാര്യം സാധിപ്പിച്ചു കൊടുക്കും. ഇനി അതുമല്ലെങ്കിൽ തീർച്ചയായും അവൻ ചോദിച്ച കാര്യത്തെക്കാൾ ഏറ്റവും ഉത്തമമായ കാര്യം പരലോകത്ത് കൊടുത്തുകൊണ്ട് ശാശ്വതമായ ആ ജീവിതത്തിൽ അല്ലാഹു അവനെ ബഹുമാനിച്ചുകൊണ്ട് അവൻ ചോദിച്ചതേക്കാൾ ഉത്തമമായ കാര്യം പരലോകത്ത് കൊടുത്തുകൊണ്ട് അവനെ അല്ലാഹു തആല ആദരിക്കുമെന്ന് ബഹുമാനിക്കുമെന്ന് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ മുത്ത് റസൂൽ പറയുകയാ, ഫഇന്നല്ലാഹ തആല യുഹിബ്ബു അൻ യുസ്അല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അല്ലാഹു തആല അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് സല്ലല്ലാഹു തആല മിൻ ഫളിഹി, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്നും നിരന്തരം നിങ്ങൾ നിർബന്ധമായും ചോദിച്ചുകൊണ്ടേയിരിക്കണേ. അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്നും നിങ്ങൾ റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണേ. എന്ത് ആവശ്യമാണെങ്കിലും ശരി തന്നെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, പറയുകയാണ്, ഒരു സൂചി കളഞ്ഞു പോയാലും ശരി തന്നെ, ഒരു സൂചി എനിക്ക് നഷ്ടപ്പെട്ടു പോയാലും ശരി തന്നെ, നിസാരമായ ഒരു സൂചിയാണെങ്കിലും ശരി തന്നെ, ഞാൻ ആ സൂചി കിട്ടുന്നതിന് വേണ്ടി എന്റെ റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അതിനെന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുമെന്ന് ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ അല്ലാഹുവിന്റെ മുത്ത് റസൂൽ പഠിപ്പിക്കുകയാ, സലൂ നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണേ, സലൂല്ലാഹ് നിങ്ങൾ റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണേ, മിൻ ഫളിഹി അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്നും ചോദിച്ചുകൊണ്ടിരിക്കണേ. ഫഇന്നല്ലാഹ തആല യുഹിബ്ബു അൻ യുസ്അല. അല്ലാഹുവിനോട് ചോദിക്കുന്നതിന് അവൻ ഇഷ്ടപ്പെടുന്നു. ചോദിക്കുന്നതിന് ഒരിക്കലും മടുപ്പില്ലാത്തവനാണ്. എന്ത് ചോദിച്ചാലും, എന്താവശ്യമുണ്ടെങ്കിലും ശരി തന്നെ, എന്ത് നൊമ്പരമാണെങ്കിലും ശരി തന്നെ, എത്ര വലിയ തെറ്റ്
തെറ്റുകാരനാകട്ടെ, എത്ര വലിയ തെറ്റുകാരിയാകട്ടെ, റബ്ബിനോട് മനമൊരുകിയെന്ന് പ്രാർത്ഥിച്ചാൽ അല്ലാഹു അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ സദസ്സിനെ അല്ലാഹു സ്വീകരിച്ച് നമ്മുടെ ദുആ അല്ലാഹു തആല ഖബൂലാക്കുമാറാകട്ടെ. ദുആയിലേക്ക് കടക്കാൻ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ആ ഷീറ്റ് ഇടുന്നതിലേക്ക് ഇനി സംഭാവന തരാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകം ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റഹ്മാനിർ റഹീമായ അല്ലാഹുവേ, മാലിക്കുൽ മുലൂക്കായ റബ്ബേ, മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹുവേ, പടച്ചവനെ ഈ സ്ഥാപനത്തിന്റെ ഷീറ്റ് ഇടുന്ന കാര്യത്തിന് വേണ്ടി സഹായിച്ച അല്ലാഹുവേ, ഇതിന്റെ ടൈൽസ് ഇടുന്നതിന് വേണ്ടി സഹായിച്ച, കുട്ടികളുടെ ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി സഹായിച്ച, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കുന്നതിന് വേണ്ടി സഹായിച്ച മുഴുവൻ പേരെയും അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാ. അവരെന്ത് ഉദ്ദേശമാണോ മനസ്സിൽ കരുതിയത്, പടച്ചവനെ എന്ത് ആഗ്രഹമാണോ മനസ്സിൽ വിചാരിച്ചത്, ആ ആഗ്രഹത്തെ നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട സമസ്തയുടെ വന്യരായ പ്രസിഡന്റ് അവർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തുടക്കം കുറിച്ച ഈ പരിശുദ്ധമായ പ്രാർത്ഥനയുടെ സദസ്സ് ബഹുമാനപ്പെട്ട അമ്പണ്ണ വീരാനൗലിയാത്താത്തയുടെ മഹനീയമായ ദിക്റ് കൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹുവേ, ഈ സദസ്സിൽ പങ്കുകൊണ്ട മുഴുവൻ പേരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ശാരീരിക മാനസിക രോഗങ്ങളിൽ നിന്ന് ശമനം നൽകണേ അല്ലാ. ഞങ്ങളുടെ ശരീരങ്ങളിൽ ഒളിഞ്ഞും മറഞ്ഞു മരിക്കുന്ന രോഗങ്ങൾ എന്താണെന്ന് നിനക്കാണ് അറിയാമല്ല. ഞങ്ങൾക്കൊന്നും അറിയില്ല റബ്ബേ. സർവ്വരോഗങ്ങൾക്കും ശമനം നൽകണേ അല്ലാ. കേട്ടാൽ പേടി തോന്നുന്ന രോഗങ്ങൾ, പടച്ചവനെ കണ്ടാൽ അറപ്പ് തോന്നുന്ന അപകടങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ പടച്ചവനെ. ഈ സ്ഥാപനത്തെ സഹായിച്ചതിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ അനാഥകളായ മക്കളെ സഹായിച്ചതിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ, പരിശുദ്ധനായ അല്ലാഹുവേ നിന്റെ ഹബീബായ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ, ദിക്റുകൾ ചൊല്ലിയ ഈ വിശുദ്ധമായ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. രോഗങ്ങൾ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാ. കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ. തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും പടച്ചവനെ, മലപ്പുറം ജില്ലയിലും പാലക്കാട് ജില്ലയിലും എന്നല്ല കേരളത്തിന്റെ നാനാഭാഗത്ത് നിന്നും പല ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് പടച്ചവനെ സഹായം ചെയ്തിട്ടുണ്ടല്ലോ. അവരുടെ ആവശ്യങ്ങളൊക്കെ നീ പൂർത്തിയാക്കി കൊടുക്കണമല്ലോ പടച്ചവനെ. ഈ സ്ഥാപനത്തെ സ്ഥാപിച്ചുകൊണ്ട് ഇതിന്റെ എല്ലാ നെടുന്തൂണായിരുന്ന, ഇതിന്റെ എല്ലാ കാര്യങ്ങൾക്കും മുഖ്യ കാര്യദർശിയായിരുന്ന ബഹുമാനപ്പെട്ട പാപ്പയുടെ ദർജ നീ ഉയർത്തി കൊടുക്കണമല്ലോ. ബഹുമാനപ്പെട്ടവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ, ഈ സഹായിച്ചവരെ റഹ്മാനെ നീ സഹായിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. എന്തുദ്ദേശം കരുതിയാണോ പടച്ചവനെ സഹായിച്ചത്, അവരുടെ ഉദ്ദേശങ്ങൾ അറിയുന്ന അല്ലാ. മനസ്സിന്റെ നൊമ്പരങ്ങളും തുടിപ്പുകളും അറിയുന്ന അല്ലാ. പടച്ചവനെ, വേദനകൾ മാറ്റിയ ഉദ്ദേശങ്ങളെ നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. കാര്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. കാര്യങ്ങൾ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. പടച്ചവനെ, കരുണയുള്ള റബ്ബേ, കൃപയുള്ള റബ്ബേ, ഞങ്ങളുടെ കൂടെ പലരും ഒന്ന് ജീവിച്ചിരിപ്പില്ല അല്ലാ. നിങ്ങളുടെ വേണ്ടപ്പെട്ട പലരും പടച്ചവനെ അവരുടെ ദറജകൾ ഉയർത്തി കൊടുക്കണേ അല്ലാ. ഖബറുകൾ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. സ്വർഗ്ഗപൂന്തോപ്പാക്കി കൊടുക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളാക്കി വളർത്തിയെടുത്ത ഞങ്ങളുടെ പൊന്നാര മാതാപിതാക്കൾ അല്ലാഹുവേ, ഞങ്ങൾക്ക് വേണ്ടി അവർ ഉറക്കമൊഴിച്ച രാത്രികൾ പടച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടി അവർ കഷ്ടപ്പെട്ടതുപോലെ അവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ പടച്ചവനെ. റഫീഖ് എന്നൊരു സഹോദരൻ ഷീറ്റിന്റെ വർക്കിലേക്ക് 500 രൂപ സഹായിച്ചിട്ടുണ്ടല്ലോ പടച്ചവനെ. ആ സഹോദരന് നീ പൊറുത്തു കൊടുക്കണേ പടച്ചവനെ. അർഹമായ പ്രതിഫലം നൽകണേ അല്ല. അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിൽ നീ വർദ്ധനവ് കൊടുക്കണേ അല്ല. രോഗങ്ങൾ നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ല. മക്കളെ സ്വാലിഹീങ്ങളാക്കി കൊടുക്കണേ അല്ല. ഉപജീവന മാർഗം ഹൈറാക്കി കൊടുക്കണേ അല്ല. പടച്ചവനെ, നമ്മുടെ ഉമ്മവാപ്പമാർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ല. അവരുടെ ദറജകൾ ഉയർത്തി കൊടുക്കണേ അല്ല. മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ അല്ല. പടച്ചവനെ, ഞങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, ദീനിന് ഉപകാരപ്പെടുന്ന സ്വാലിഹായ മക്കളാക്കി തരണേ അല്ല. ഉഖ്റവിയായ ആലിമീങ്ങളാക്കി തരണേ അല്ല. ഉഖ്റവിയായ ഹാഫിലീങ്ങളാക്കി തരണേ പടച്ചവനെ. അല്ലാഹുവേ, അവർക്ക് നല്ല രീതിയിലുള്ള ജോലിയും നല്ല രീതിയിലുള്ള ഒരു സ്വയം പര്യാപ്തത
പ്രാപ്തതയും പടച്ചവനെ നീ നൽകി അനുഗ്രഹിക്കണേ അല്ല. സർവ്വ ദുശ്ശീലങ്ങളിൽ നിന്നും ദുസ്വഭാവങ്ങളിൽ നിന്നും നിങ്ങളുടെ പൊന്നാര മക്കളെ നീ കാത്തു രക്ഷിക്കണേ അല്ല. മക്കളെ കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന, ഞങ്ങളുടെ കണ്ണിന് കുളിർമയാകുന്ന ഒരവസ്ഥ നീ ഉണ്ടാക്കി തരണേ അല്ല. പടച്ചവനെ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോ, ഞങ്ങളുടെ മക്കളുടെ അടുക്കലേക്ക് നിങ്ങൾ ചെല്ലുമ്പോ പടച്ചവനെ എന്തെന്നില്ലാത്ത ആനന്ദമുണ്ടാകുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് നീ ഉണ്ടാക്കി തരണേ അല്ല. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കൊരു കണ്ണിന്റെ കുളിർമകളാക്കി ഞങ്ങൾക്ക് വേണ്ടി മഗ്ഫിറത്ത് ചോദിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി പൊറുക്കലിന് ചോദിക്കുന്ന പൊന്നാര മക്കളാക്കി തരണേ അല്ല. പടച്ചവനെ ഞങ്ങളുടെ ഉണകൾ ഞങ്ങളുടെ മക്കൾക്ക് നീ ആഫിയത്തോടെ ദീർഘായുസ് നൽകണേ അല്ല. പടച്ചവനെ ഞങ്ങളുടെ കൂടപ്പുറത്തുകൾ വേണ്ടപ്പെട്ടവർ അല്ലാഹുവേ നീ മഗ്ഫിറത്ത് നൽകണേ അല്ല. അവരുടെ ദറജകൾ ഉയർത്തി കൊടുക്കണേ അല്ല. നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ല. പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കൾക്ക് നല്ല ഭാവി കൊടുക്കണേ അല്ല. ഇവിടെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ നീ അനുഗ്രഹിക്കണേ അല്ല. പടച്ചവനെ ഈ സദസ്സിൽ പങ്കുകൊണ്ട മുഴുവൻ പേർക്കും, സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും, പ്രായമായവരുണ്ട് റബ്ബേ, കൊച്ചു കുട്ടികളുണ്ട് റബ്ബേ, ചെറുപ്പക്കാരുണ്ടല്ല, അവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കണേ അല്ല. പടച്ചവനെ ഈ സദസ്സിൽ പങ്കുകൊണ്ടതിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ല. മനസ്സിന്റെ വേദനകൾ അറിയുന്ന അല്ലാഹുവേ, ഹൃദയത്തിന്റെ തുടിപ്പറിയുന്ന അല്ലാഹുവേ, എന്തൊക്കെയാണ് ഓരോരുത്തരുടെ ഉദ്ദേശമെന്ന് നിനക്കറിയാമല്ലോ അല്ല. പടച്ചവനെ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കി തരണേ അല്ല. ആവശ്യങ്ങൾ നീ വിജയിപ്പിച്ച് തരണേ അല്ല. കാര്യങ്ങൾ നീ എളുപ്പത്തിലാക്കി തരണേ അല്ല. ഒരു നിമിഷം പോലും നമ്മുടെ കാര്യങ്ങൾ നീ ഞങ്ങളിലേക്ക് ഏൽപ്പിക്കല്ലേ അല്ല. പടച്ചവനെ പ്രത്യേകിച്ച് ദൂരെ നിന്നും പടച്ചവനെ വിദൂരത്ത് നിന്ന് പോലും ഈ സദസ്സിലേക്ക് വന്നുകൊണ്ട് പടച്ചവനെ ഈ സ്ഥാപനത്തെ സഹായിച്ച ഒരുപാട് സഹോദരങ്ങളുണ്ട് റബ്ബേ, അവരെ നീ അനുഗ്രഹിക്കണേ അല്ല. അർഹമായ പ്രതിഫലം നൽകണേ അല്ല. പലരും പടച്ചവനെ പല ദിവസങ്ങളിലായി ഈ സ്ഥാപനത്തിലേക്ക് പടച്ചവനെ സഹായിച്ചിട്ടുണ്ടല്ലോ. അർഹമായ പ്രതിഫലം നീ കൊടുക്കണോ പടച്ചവനെ. എന്തുദ്ദേശം കരുതിയാണോ അവർ സഹായിച്ചത്, അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ല. അവരുടെ കാര്യങ്ങൾ നീ വിജയിപ്പിച്ചു കൊടുക്കണേ അല്ല. ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, അജ്മീർ ഫഖീറൻ വന്നുന്ന മീറാൻ വലിയുള്ളാഹുവിന്റെ ബറക്കത്ത് കൊണ്ട് കുതുബുൽ ഖുതാബത്തുൽ ആലം സുൽത്താൻ മുഈനുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീ തങ്ങളെ ബറക്കത്ത് കൊണ്ട് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ അവരുടെ ബറക്കത്ത് കൊണ്ട് നിന്റെ അമ്പിയാക്കൾ ഔലിയാക്കളുടെ ബറക്കത്ത് കൊണ്ട് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സ്വഹാബുൽ ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ നിങ്ങളുടെ ദുആക്ക് നീ ഇജാബത്ത് നൽകണേ അല്ല. നിങ്ങളുടെ ദുആക്ക് നീ ഇജാബത്ത് നൽകണേ അല്ല. നിന്റെ ഹബീബായ നബി തങ്ങൾ എന്തെല്ലാം നന്മകൾ നിന്നോട് ചോദിച്ചുവോ, നിങ്ങളും നിന്നോട് ചോദിക്കുന്നല്ല. ആ നന്മകൾ നീ തന്നനുഗ്രഹിക്കണേ അല്ല. പടച്ച റബ്ബേ, നിന്റെ ഹബീബായ നബി തങ്ങൾ എന്തെല്ലാം തിന്മകളിൽ നിന്ന് നിന്നോട് കാവൽ ചോദിച്ചുവോ, നിങ്ങളും നിന്നോട് കാവൽ ചോദിക്കുന്നല്ല. നീ കാത്തു രക്ഷിക്കണേ നാഥാ. പടച്ചവനെ ഈ സ്ഥാപനത്തെ നീ വളർത്തണേ അല്ല. ഇതിനു വേണ്ടി ഓടി നടന്ന് പ്രവർത്തിക്കുന്നവർ, ഇതിന്റെ സംഘാടകർ, ഇതിന്റെ അനുഭാവികൾ അല്ലാഹുവേ, ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നവർ പടച്ചവനെ നീ പാഴാക്കല്ലേ അല്ല. അർഹമായ പ്രതിഫലം അവരുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, അവരുടെ സമ്പാദ്യത്തിൽ, അവരുടെ ഉപജീവന മാർഗങ്ങളിൽ, അവരുടെ തൊഴിലുകളിൽ, അവരുടെ ആരോഗ്യങ്ങളിൽ അല്ലാഹുവേ നീ നൽകണേ പടച്ചവനെ. നീ അവരെ സഹായിക്കണേ അല്ല. ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നതിന് പകരമായി അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കൊടുത്ത് പടച്ചവനെ നീ സഹായിക്കണേ അല്ല. പടച്ചവനെ ഈ സ്ഥാപനത്തെ നീ ഉയർത്തണേ അല്ല. അല്ലാഹുവേ, ഇവിടെ പഠിക്കുന്ന മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ല. ഈ സ്ഥാപനത്തിന് പടച്ചവനെ കാരണക്കാരനായ ബഹുമാനപ്പെട്ട അത്താവുലിയപ്പാപ്പാടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ല. ഉന്നതമായ സ്ഥാനം കൊടുത്ത് നീ ആദരിക്കണേ അല്ല. അവിടെ വളർന്നു വരുന്ന മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ല. സ്വാലിഹീങ്ങളാക്കണേ അല്ല. പടച്ചവനെ നിനക്ക് പൊരുത്തമുള്ള, നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന ഭവനങ്ങളിൽ നിങ്ങളുടെ വീടുകളെ നീ ഉൾപ്പെടുത്തി തരണേ അല്ല. നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്നുകൊണ്ട് നിന്നോട് സന്തോഷം പറയുന്ന ഭവനങ്ങളിൽ നിങ്ങളുടെ വീടുകളെ നീ ഉൾപ്പെടുത്തി തരണേ അല്ല. എന്നും കലഹവും വഴക്കുമായി കഴിയുന്നതിന് പകരം പരസ്പരം സ്നേഹത്തിലും ഇണക്കത്തിലും വിട്ടുവീഴ്ചയിലും പൊരുത്തത്തിലും കഴിയുന്ന വീടുകളാക്കി നമ്മുടെ വീടുകളെ നീ മാറ്റിത്തരണേ അല്ല. നിനക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന വീടുകളാക്കി തരണേ അല്ല. നിന്റെ മഹത്വം വാഴ്ത്തുന്ന, നിന്റെ പരിശുദ്ധമായ ദിക്റുകൾ ചൊല്ലുന്ന
ചൊല്ലുന്ന നിന്റെ ഔലിയാക്കളുടെ മഹത്വങ്ങൾ പറയുന്ന ഭവനങ്ങളാക്കി നമ്മുടെ വീടുകളെ മാറ്റിത്തരണേ അല്ലാ. നിന്റെ ഹബീബായ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന വീടുകളാക്കി നമ്മുടെ വീടുകളെ നീ മാറ്റിത്തരണേ അല്ലാ. പടച്ചവനെ, നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന നമസ്കാരം കലാകാലം നിർവഹിക്കുന്ന ഭവനങ്ങളിൽ നിങ്ങളുടെ ഭവനങ്ങളെ നീ ഉൾപ്പെടുത്തി തരണേ അല്ലാ. പടച്ചവനെ, നീ ഞങ്ങൾക്ക് തരുന്ന സമ്പാദ്യത്തിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. നീ ഞങ്ങൾക്ക് തരുന്ന സന്താനങ്ങളിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. നിങ്ങളുടെ നാടുകളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. നിങ്ങളുടെ നാട്ടുകാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ജാതി മതഭേദമന്യേ നിങ്ങളുടെ നാടുകളിൽ പരസ്പര ഐക്യത്തിലും സാഹോദര്യത്തിലും കഴിയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ആ മതേതരത്വം നിലനിർത്തിക്കൊണ്ടുപോകുന്ന നല്ല ഭരണാധികാരികളെ നിങ്ങളുടെ നാടുകളിൽ നീ നൽകണേ അല്ലാ. പടച്ചവനെ, മനുഷ്യ സ്നേഹമുള്ള, മനുഷ്യനോട് കാരുണ്യമുള്ള നല്ല ഭരണാധികാരികളെ നിങ്ങളുടെ നാടുകളിൽ നീ നിലനിർത്തി തരണേ അല്ലാ. പടച്ചവനെ, അനുകൂലമായ കാലാവസ്ഥകൾ നിങ്ങളുടെ നാടുകളിൽ നൽകണേ അല്ലാ. പടച്ച റബ്ബേ, കടുത്ത ക്ഷാമം തന്നുകൊണ്ട്, ജലക്ഷാമം തന്നുകൊണ്ട്, കടുത്ത ദാരിദ്ര്യം തന്നുകൊണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ തന്നുകൊണ്ട്, മാരകമായ രോഗങ്ങൾ തന്നുകൊണ്ട് നിങ്ങളുടെ നാടുകളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. നീ പരീക്ഷിക്കല്ലേ അല്ലാ. നീ പരീക്ഷിക്കല്ലേ അല്ലാ. നിനക്ക് വേണ്ടി ജീവിച്ചു മരിച്ച, നിനക്ക് വേണ്ടി രക്തം ചിന്തിയ, നിനക്ക് വേണ്ടി ഓരോ ചോസവും മാറ്റിവെച്ച നിന്റെ ഔലിയാക്കളുടെ ബറക്കത്ത് കൊണ്ട്, നിന്റെ അമ്പിയാക്കളുടെ ബറക്കത്ത് കൊണ്ട്, ആ മഹാന്മാരോടുള്ള സ്നേഹം മുന്നിൽ നിർത്തിക്കൊണ്ട് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നല്ല. പടച്ചവനെ, അവസാന നാളുകളിൽ വരുന്ന മാരകമായ ഫിത്നകളിൽ നിന്നും, ആപത്ത് അപകടങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ നാടുകളെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാ. നിങ്ങളുടെ രാജ്യത്തെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. നിങ്ങളുടെ സ്ഥാപനങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. നിങ്ങളുടെ വീടുകളെ കാത്തുരക്ഷിക്കണേ അല്ലാ. നിങ്ങളുടെ മക്കളെ കാത്തുരക്ഷിക്കണേ അല്ലാ. പടച്ചവനെ, ഈ സദസ്സിൽ പങ്കുകൊണ്ട മുഴുവൻ പേരെയും, പടച്ചവനെ, ഈ ദുആക്ക് ആമീൻ പറയുന്ന മുഴുവൻ പേരെയും അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. തഖ്വ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഇഖ്ലാസ് വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ ആവശ്യമുള്ള സർവ്വകാര്യങ്ങളും ഞങ്ങൾക്ക് നിർബന്ധമായും നീ നൽകണേ അല്ലാ. ഒന്നും തടഞ്ഞു വെക്കല്ലേ അല്ലാ. എന്തൊക്കെ നിങ്ങൾക്ക് ശർറായിട്ടുണ്ടോ, എന്തൊക്കെ നിങ്ങൾക്ക് ആപത്തായിട്ടുണ്ടോ, സർവ്വാപത്തുകളും ഞങ്ങളിൽ നിന്ന് നീ തട്ടിമാറ്റി തരണേ അല്ലാ. ഞങ്ങളിൽ നിന്നും നീ ഒഴിവാക്കി തരണേ അല്ലാ. ഞങ്ങളിൽ നിന്നും നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ഒരു നിമിഷം പോലും പടച്ചവനെ, ഒരു കണ്ണ് ചിമ്മുന്ന ഒരു സെക്കൻഡ് പോലും, ഒരു നിമിഷം പോലും ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളിലേക്ക് ഏൽപ്പിക്കല്ലേ അല്ലാ. സർവ്വ കാര്യങ്ങളും അല്ലാഹുവേ നിങ്ങളിലേക്ക് ഞങ്ങൾ വരമേൽപ്പിക്കുന്നു അല്ലാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽനാ, ബിസ്മില്ലാഹി തവക്കൽനാ, ബിസ്മില്ലാഹി തവക്കൽനാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഖ്ഖാബ്. റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റൻ വതബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. വൻസുർനാ അലൽ ഖൗമിൽ ളാലിമീൻ. വൻസുർനാ അലൽ ഖൗമിൻ നമ്മാമീൻ. വൻസുർനാ അലൽ ഖൗമിൽ മുബ്തദിഈൻ. വൻസുർനാ അലൽ ഖൗമിൽ ഫാസിഖീൻ. ربنا اغفر لنا وارحمنا ولوالدينا ولأساتذتنا ولمشايخنا ولمشايخ مشايخنا ولجميع المؤمنين والمؤمنات والمسلمين والمسلمات ولجميع أمة محمد صلى الله عليه وسلم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربياني صغيرا. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله